Hello everyone, and let's discuss on liquidation of companies, chapter liquidators, final accounts, and statement of accounts in the portion. Problems which to discuss. Question number 4 from the handout given to you. The summarized balance sheet of Full Stop Limited as on 31st March, being the date of voluntary winding up, is as under equity and liabilities, share capital preference under equity share, രണ്ട് called up in the equity shares under securities premium, debentures, preference creditors, bank overdraft, trade creditors, land and building, plant and machinery, P&L account and debit balance. Preference dividend is in arrears for 3 years. The assets realized are as follows: land and building, stock in trade, plant and machinery, book debts. Expenses of liquidation are 86,000. The remuneration of the liquidator is 2% of the realization of asset. Income tax payable on liquidation is 67,000. Assume that the final payments are made after 1 year from the above date. Prepare the liquidator's final statement of accounts. Okay? So therefore, let's start our answer. Liquidator's statement of accounts. Liquidator's statement of accounts. You have a debit side, receipts amount, credit side, payment side amount. Yeah. So receipt side നമ്മൾ എഴുതാൻ പോകുന്നത് നമ്മൾക്ക് കിട്ടിയ റിയലൈസ് ചെയ്ത അസറ്റ്സ് ഒക്കെയാണ്. അപ്പോൾ അത് ഏറ്റവും ആദ്യം നമ്മൾ ഫോമാറ്റ് പഠിച്ചപ്പോൾ പറഞ്ഞു ക്യാഷും ബാങ്കും ഒക്കെ ഉണ്ടെങ്കിൽ അത് റെക്കോർഡ് ചെയ്യുക. അതിനുശേഷം ഏറ്റവും ലിക്വിഡ് ആയിട്ടുള്ളത് റിയലൈസ് ചെയ്യുന്ന അനുസരിച്ച് റെക്കോർഡ് ചെയ്യുക. അതിനുശേഷം എന്തെങ്കിലും അസറ്റ്സ് നമ്മൾ സെക്യൂർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ലോണിന്മേലെങ്കിൽ ആ സ്പെസിഫിക്കലി പ്ലെഡ്ജ്ഡ് ആയിട്ടുള്ളതിന്റെ സർപ്ലസ് മാത്രം എഴുതുക. പിന്നെ കോൺട്രിബ്യൂട്ടറീസിന്റെ കയ്യിൽ നിന്ന് എപ്പോഴെങ്കിലും കോള് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് കോള് ബാക്കി എമൗണ്ട് കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം റെക്കോർഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾക്ക് അങ്ങനെ പ്ലെഡ്ജ് ചെയ്ത ഒരു അസറ്റിനെ കുറിച്ച് പറയുന്നില്ല, അതായത് ഒരു ലോണിനും ഒരു പ്ലെഡ്ജ് ഉണ്ടായിരുന്ന ഏതെങ്കിലും അസറ്റിനെ ഒന്നും പറയുന്നില്ല. സോ ദെയർഫോർ ആ ഒരു ഏരിയ നമുക്ക് ഈ ക്വസ്റ്റ്യന് വർക്ക്ഔട്ട് ചെയ്യാനില്ല. പിന്നെ കോൾസ് ഓൺ കോൺട്രിബ്യൂട്ടറീസ്, ഇവിടെ എല്ലാം കോൾഡ് അപ്പ് ആൻഡ് പെയ്ഡ് അപ്പ്. കോൾ ചെയ്തത് 50 രൂപ, അത് ഫുള്ളി പെയ്ഡ് അപ്പ് ആണ്. പക്ഷെ ബാക്കി കോളിനെ കുറിച്ചൊന്നും പറയുന്നില്ല അല്ലെ. അപ്പൊ നമ്മൾ കോളിനെ കുറിച്ചൊന്നും പറയാത്ത സ്ഥിതിക്ക് വി ആർ നോട്ട് ഗോയിങ് ടു ഗോ ഹെഡ് വിത്ത് റെക്കോർഡിംഗ് എനിത്തിങ്. ഇപ്പോൾ ആ കോളിലേക്ക് നമ്മൾ പോകേണ്ട ആവശ്യമില്ല. ക്വസ്റ്റ്യൻ ഒന്നെങ്കിൽ പറയും അല്ലെങ്കിൽ അതിന് ഇൻഡിക്കേഷൻ തരും. അങ്ങനെയാണെങ്കിൽ ബാക്കി കോളപ്പ് നടത്തുക. ഇനി പൈസ തികഞ്ഞില്ല, ലൈബിലിറ്റീസ് ഒന്നും തന്നെ പേ ചെയ്യണം, അങ്ങനെയൊക്കെ ആണെങ്കിൽ കോളപ്പ് വരുന്നതിനെ കുറിച്ച് നമ്മൾക്ക് ആലോചിക്കാം. അപ്പോൾ ഐഡിയലി സ്പീക്കിംഗ് ഇവിടെ നമ്മൾക്ക് തന്നിരിക്കുന്ന അസറ്റ്സ് റിയലൈസ് ചെയ്ത എൻട്രീസ് മാത്രമേ നമ്മൾക്ക് റെസീപ്റ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യാനുള്ളൂ. അപ്പോൾ നമ്മൾക്കത് ഒന്നൊന്നായിട്ട് റെക്കോർഡ് ചെയ്യാം. ഓൺ ദി ക്വസ്റ്റ്യൻ റെസീപ്റ്റ് സൈഡ് വി വിൽ റെക്കോർഡ് അസറ്റ്സ് റിയലൈസ്ഡ്. ഇതൊരു ജേർണൽ എൻട്രി ആയിട്ട് എന്നാൽ അസറ്റ്സ് റിയലൈസ്ഡ് എന്ന് പറഞ്ഞ് നമ്മളൊരു സ്റ്റേറ്റ്മെന്റ് ആണ് കാണിക്കുന്നത്, സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ട് എന്ന് പറഞ്ഞാലും. സോ അതിൽ ഏറ്റവും ആദ്യം നമ്മൾക്ക് amount given, book debts ഉണ്ട് 6,60,000. ഇപ്പോൾ കുറച്ചും കൂടെ ഈസി ആയിട്ട് കളക്ട് ചെയ്യാൻ പറ്റുന്ന അതാണല്ലേ, കാരണം അവരുടെ ഇനി ചോദിച്ചാൽ മതി. സ്റ്റോക്ക് ആണെങ്കിൽ പിന്നെയും നമ്മൾ വിൽക്കുന്നതിനെ കുറിച്ചൊക്കെ ആലോചിക്കണം. ഇനി ഇവിടെ റെക്കോർഡ് ചെയ്യേണ്ടത് എത്രയാണ് നമ്മൾ റിയലൈസ് ചെയ്തു എന്നുള്ളതാണ്. വി ആർ നോട്ട് ബോതേർഡ് അബൌട്ട് വാട്ട് ഇസ് ദെയർ ഇൻ ദ ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റ് എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, പക്ഷെ റിയലൈസ് ചെയ്യുന്നതാണ് നമ്മൾ സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യുന്നത്. സോ ബുക്ക് ഡെറ്റ് 6,60,000. ദെൻ സ്റ്റോക്ക് ഇൻ ട്രേഡ് 3,10,000. പിന്നെയുള്ള രണ്ടും ഫിക്സഡ് അസറ്റ് ആണ്. അപ്പോൾ അതും നമുക്ക് അവിടെ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് 6,20,000, പ്ലാന്റ് ആൻഡ് മെഷീനറി 7,10,000. പിന്നെ നമുക്ക് അസറ്റ് സൈഡിൽ കിടക്കുന്ന P&L ഡെബിറ്റ് ബാലൻസ് ആണ്. അത് ഇറ്റ്സ് നോട്ട് എ അസറ്റ് അല്ലെ, ഒരു ഫിക്റ്റീഷ്യസ് അസറ്റ് അല്ലെങ്കിൽ അക്യുമുലേറ്റഡ് ലോസ് ആണ്. അതിനെക്കുറിച്ച് നമ്മൾ റെക്കോർഡ് ചെയ്യും. അപ്പോൾ എല്ലാ അസറ്റ്സും റിയലൈസ് ചെയ്യും നമ്മൾ എഴുതി. ഇനി പേയ്മെന്റ് സൈഡിൽ ഓരോ ഓർഡറിലും നമുക്ക് എക്സ്പെൻസസ് മീറ്റ് ചെയ്യണം. ഏറ്റവും ആദ്യം കൊടുക്കേണ്ടത് ലീഗൽ ചാർജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അങ്ങനെ ഒരു ലീഗൽ ചാർജിനെ കുറിച്ച് ഇവിടെ പറയുന്നില്ല അല്ലെ. അപ്പോൾ അടുത്ത ഓർഡറിൽ വരുന്നത് എന്തായിരുന്നു? liquidators remuneration. So let us record liquidators remuneration next.
under payment side. Now liquidators remuneration, അത് നമ്മളോട് പേ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 1 നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ചെയ്തതുപോലെ ഒരു കമ്പ്യൂട്ടേഷൻ ആപ്ലിക്കബിൾ ആയിരുന്നിരിക്കാം. അല്ല, ഈ ഒരു ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് ആണ് എത്ര അസറ്റ്സ് റിയലൈസ് ചെയ്ത് ടോട്ടൽ എമൗണ്ടും അതിന്റെ 2% കൊടുക്കാൻ. കുറച്ചുകൂടി സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ്. ഈ കിട്ടിയ അസറ്റിന്റെ ഒക്കെ ടോട്ടൽ എടുത്തിട്ട് അതിന്റെ 2% കമ്പ്യൂട്ട് ചെയ്താൽ മതി. 23 lakh. ഇനി ഈ അസറ്റ്സ് റിയലൈസ്ഡ് ക്യുമുലേറ്റീവ് എമൗണ്ട് വെളിയിൽ എഴുതാം, അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഇങ്ങനെ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. സോ 23 lakh ആണ് നമുക്ക് കളക്റ്റീവ്ലി കിട്ടിയത്. ഈ 23 lakhന്റെ 2% ആണ് ലിക്വിഡേറ്റേഴ്സ് റെമ്യൂണറേഷൻ. സോ ദാറ്റ് ഈസ് ഗോയിങ് ടു ബി 46,000. അപ്പോൾ ഏറ്റവും ആദ്യം പേ ചെയ്യേണ്ടത് ആ എമൗണ്ട് ആണ്. ആൻഡ് ദെൻ അടുത്തത് ലിക്വിഡേഷൻ എക്സ്പെൻസസ് വിച്ച് ഇസ് 86,000. അതാണ് അടുത്ത ഓർഡറിൽ വരുന്നത്. Liquidation expenses 86,000. So next is debenture liquidators. Liquidation expense കഴിഞ്ഞാൽ അടുത്ത ഡിബെഞ്ചർ ഹോൾഡേഴ്സ് ആണ് നമ്മൾ ലിസ്റ്റ് ചെയ്യുന്നത്. പക്ഷെ പേയ്മെന്റ് ശരിക്കും പോകുന്നത് പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് ആണ്. പക്ഷെ ഡിബെഞ്ചേഴ്സ് എഴുതാം. ഡിബെഞ്ചേഴ്സ് വി റൈറ്റ് ഇറ്റ് ആസ് ഡിബെഞ്ചർ ഹോൾഡേഴ്സ് അല്ലേ. ഡിബെഞ്ചർ ഹോൾഡേഴ്സ് എമൗണ്ട് ഇസ് 2,10,000. ഇനി സോൾവെന്റ് ആണെങ്കിൽ ഇൻട്രസ്റ്റ് അപ് ടു ഡേറ്റ് ഓഫ് പേയ്മെന്റും, ഇൻസോൾവെന്റ് ആണെങ്കിൽ അപ് ടു ഡേറ്റ് ഓഫ് വൈറ്റിംഗ് ഒക്കെ എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ ഇവിടെ ഏത് കേസാണെന്ന് നമ്മൾക്ക് അറിയില്ല. ഇൻട്രസ്റ്റിനെ കുറിച്ച് ക്വസ്റ്റ്യൻ ഒന്നും പറയുന്നില്ല. അതുകൊണ്ട് വി ക്യാൻ സ്കിപ്പ് ദാറ്റ് പോർഷൻ ആൻഡ് ഡിബെഞ്ചർ ഹോൾഡേഴ്സിലേക്ക് ഡിബെഞ്ചർ മാത്രം മാറ്റുന്നത് കാണിച്ചാലും മതി. അസ്യൂം ദാറ്റ് ദ ഫൈനൽ പേയ്മെന്റ്സ് ആർ മെയ്ഡ് ആഫ്റ്റർ 1 year from the above date. You can have another assumption also that ആ ഒരു വർഷത്തെ ഇൻട്രസ്റ്റും കൂടെ കൊടുത്തിട്ടുണ്ട്. This is a question from the study material, and study material they have taken up as debenture holders in 2,10,000 കൊടുക്കുന്നത് മാത്രമാണ് ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. That may be because the assumption taken there would have been that interest ഒന്നും കൊടുക്കുന്നില്ല. അപ്പം നമ്മൾക്ക് ലോജിക്കലി പറയുകയാണെങ്കിൽ രണ്ട് രീതിയിലും ട്രീറ്റ് ചെയ്യാം. ഇൻട്രസ്റ്റിനെ കുറിച്ചൊന്നും പറയാത്ത സ്ഥിതിക്ക് we can skip it. ഇൻട്രസ്റ്റിനെ കുറിച്ചൊന്നും പറഞ്ഞില്ലെങ്കിലും ഒരു വർഷത്തിന് ശേഷം പേയ്മെന്റ് പോകുന്ന കാരണം അപ് ടു ഡേറ്റ് ഓഫ് പേയ്മെന്റ് വരെ ഞാൻ എല്ലാം സെറ്റിൽ ചെയ്യണം എന്നുള്ള കമ്പനീസ് ആക്ട് പ്രകാരം ഇൻട്രസ്റ്റ് കൊടുക്കണം. അപ്പോൾ രണ്ട് രീതിയിൽ അസ്യൂം ചെയ്ത് നമുക്ക് ഈ പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യാം. ബട്ട് വി ആർ ഗോയിങ് ടു ടേക്ക് അപ്പ് ഹൗ ഇറ്റ് ഹാസ് ബീൻ ഗിവൻ ഇൻ സ്റ്റഡി മെറ്റീരിയൽ. പക്ഷേ ഈ ഒരു പോയിന്റ് ഇറ്റ്സ് ഡിബേറ്റബിൾ, ആ ഒരു കേസിൽ നിൽക്കുന്ന ഒരു കാര്യമാണ്. സോ ദെയർഫോർ 2,10,000 നമ്മൾക്ക് ഡിബെഞ്ചർ ഹോൾഡേഴ്സിലേക്ക് തൽക്കാലം കാണിക്കാം. ഫുൾ എമൗണ്ട് ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലാത്ത പേയ്മെന്റിനെ കുറിച്ച് മാത്രം നമ്മളിവിടെ പറയുന്നു. But if you want to write about interest, please give a assumption and a note എന്തായാലും കൊടുത്തിരിക്കണം. ഇനി അത് കഴിഞ്ഞ് നമ്മുടെ ലിസ്റ്റിൽ അടുത്തത് എഴുതാൻ പോകുന്നത് പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് ആണ്. ഇവിടെ പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞ് പേരിൽ തന്നെ തന്നിട്ടുണ്ട് 1,05,000. അതല്ലാതെ നമ്മൾക്ക് പ്രിഫറൻസ് ക്രെഡിറ്റേഴ്സ് നമ്മൾ പഠിച്ച 7 പോയിന്റിൽ ഏതെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അതും റെക്കോർഡ് ചെയ്യും. അങ്ങനെ പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് നമ്മളുടെ ലിസ്റ്റിനകത്ത് ഉണ്ടായിരുന്നത് ഏതൊക്കെയാണ്? ഏറ്റവും ആദ്യം നമ്മൾ പറഞ്ഞത് ഗവൺമെന്റിന് കൊടുക്കേണ്ട എന്തെങ്കിലും ടാക്സും സെസ്സും ഉണ്ടെങ്കിൽ അല്ലേ. അപ്പൊ ഇവിടെ പറയുന്നുണ്ട് ലിക്വിഡേഷൻ നടന്നത് വഴി അല്ലെങ്കിൽ ലിക്വിഡേഷന് വേണ്ടിയിട്ടുള്ള ഒരു ഇൻകം ടാക്സ് പേയബിൾ കിടപ്പുണ്ട് 67,000. So isn't it a tax payable to the government? Yes. And isn't it that has happened within 12 months? കാരണം assume final payments are made after 1 year from about 8 എന്നാണ്. അപ്പോൾ ഒരു വർഷത്തെ ആ ഒരു പീരീഡിനുള്ളിലാണ് നമ്മൾ ഈ പേയ്മെന്റ് നടത്തുന്നത്. അപ്പോൾ ഇമ്മീഡിയറ്റ്ലി അതിന് മുൻപ് വന്നൊരു ലയബിലിറ്റി ആയിട്ട്. കാരണം പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സിന്റെ ഏറ്റവും ആദ്യത്തെ ലിസ്റ്റിൽ നമ്മൾ എന്ത് എഴുതും? ഇൻകം ടാക്സ് പേയബിൾ. Income tax payable 67,000. And then immediately you will write preference creditors എന്ന് പറഞ്ഞ് നമുക്ക് പേരിൽ തന്നെ തന്നിരിക്കുന്ന ആ ക്രെഡിറ്റേഴ്സിനുള്ള പേയ്മെന്റ്. So preference creditors is going to be 1,05,000. So preference creditors-നും പേയ്മെന്റ് പോയി കഴിഞ്ഞാൽ then we have to pay unsecured creditors. So unsecured creditors ഇവിടെ എന്തെങ്കിലും പറയുന്നുണ്ടോ? ബാങ്ക് ഓവർ ഡ്രാഫ്റ്റും ട്രേഡ് ക്രെഡിറ്റേഴ്സും ആണ് ഇനി പെൻഡിങ് അല്ലെ. അവർക്ക് എന്തെങ്കിലും സെക്യൂരിറ്റി ഉള്ളതായിട്ട് പറയുന്നില്ല. അപ്പൊ ഇതിനെ രണ്ടിനെയും നമ്മൾക്ക് അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സിന്റെ ലിസ്റ്റ് എടുക്കാം. ഇനി ഇതിന്റെ ഒന്നും ഹെഡിങ് എഴുതണമെന്ന് ഒരു നിർബന്ധമില്ല. ആ ഓർഡർ നമ്മളൊന്ന് മെയിൻറ്റെയിൻ ചെയ്താൽ മതി. അതായത് പ്രിഫറൻസ് ആദ്യമേ രണ്ടാമത് അൺസെക്യൂർഡ് എന്നുള്ള ഓർഡർ മെയിൻറ്റെയിൻ ചെയ്താലും മതി. ബട്ട് ഇഫ് യു ഫീൽ ദാറ്റ് പ്രസന്റേഷൻ കുറച്ചുകൂടെ നല്ലതാക്കാൻ ഈ ഒരു രീതിയിൽ ഹെഡിങ് എഴുതി ചെയ്യണമെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഓൾസോ വെൽക്കം, നോട്ട് ആൻ ഇഷ്യൂ. സോ ദ നെക്സ്റ്റ് ഇസ് ബാങ്ക് ഓവർഡ്രാഫ്റ്റ് 4,85,000, ട്രേഡ് ക്രെഡിറ്റർ 6 lakh. Bank overdraft 4,85,000 and trade creditors
6. ഇനി സ്റ്റഡി മെറ്റീരിയൽ നിങ്ങൾക്ക് ഈ പ്രിഫറൻസ് ക്രെഡിറ്റേഴ്സ് മേലെയായിട്ട് കാണും, അതായത് ഓർഡറിൽ ഇവിടെ കാണും. ദാറ്റ് ഈസ് ബിക്കോസ് ലോജിക്കലിയും അവർ ഡിബെഞ്ചർ ഹോൾഡേഴ്സിന് മുന്നേ പ്രാക്ടിക്കലി നമ്മൾ പ്രിഫറൻസ് ക്രെഡിറ്റേഴ്സ് പേ ചെയ്യുന്നു എന്നുള്ള രീതിയിൽ എടുത്തിരിക്കുന്നതാണ്. പക്ഷെ സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ട്സിന്റെ ഫോർമാറ്റിൽ ഡിബെഞ്ചർ ഹോൾഡേഴ്സ് ആണ് ആദ്യം കാണിക്കുന്നത്. So I would suggest we go ahead with what is given in the Companies Act. പക്ഷേ നിങ്ങൾക്ക് എന്നാലും ഒരു സംശയം തോന്നുകയാണ് എക്സാമിന് സ്റ്റഡി മെറ്റീരിയൽ പോലെ തന്നിരിക്കുന്നത് പോലെ തന്നെ എഴുതിട്ട് അങ്ങനെയൊക്കെ തോന്നുകയാണെങ്കിൽ ലേറ്റസ്റ്റ് 2 ആർട്ടിക്കിൾ നോക്കുക, അതിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തിരിക്കുന്നത് നോക്കുക, ആൻഡ് ദെൻ യു ഗിവ് എ പ്രസന്റേഷൻ അക്കോർഡിംഗ്ലി. സോ ട്രേഡ് ക്രെഡിറ്റേഴ്സും റെക്കോർഡ്. ഇനി അടുത്ത നമ്മൾ എല്ലാ ലൈബിലിറ്റീസും കഴിഞ്ഞാൽ അടുത്ത പേയ്മെന്റ് ആർക്കാണ് പോകുന്നത്? ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അല്ലേ. സോ ദ നെക്സ്റ്റ് അത് വേണമെങ്കിൽ നമുക്ക് ഹെഡിങ്ങോ അല്ലെങ്കിൽ ഒരു കോമൺ പേര് പോലെ കൊടുക്കാം. കാരണം പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഈ ക്വസ്റ്റ്യനിൽ അരിയേഴ്സ് ഓഫ് ഡിവിഡൻറ്റിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ ആണ് ക്വസ്റ്റ്യനിലും പറയുന്നത്. അപ്പോൾ ആ ഡിവിഡൻറ്റ് നമ്മൾ അവർക്ക് പേ ചെയ്യണം അല്ലേ. അപ്പോൾ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ക്യാപിറ്റൽ എത്രയാണ്? 5 ലക്ഷം. ഡിവിഡൻറ്റ് ഈസ് എൻ അരിയർ ഫോർ 3 years എന്ന് പറഞ്ഞാൽ ആൻഡ് ഡിവിഡൻറ്റ് എത്രയാണ്? 5 lakhന്റെ 10% എല്ലാ വർഷവും കിട്ടും, അങ്ങനെ 3 വർഷം അല്ലേ. സോ therefore capital alone is 5 lakh along with preference dividend in arrears. Arrears il kodukkunnadinte kaaranam cumulative preference aayathukondaanu. So amount will be 5 lakh inte 10% for every year, that is repeated for 3 years. So 5 lakh into 10% into 3, so 1,50,000. So full amount 6,50,000 എഴുതാം, അല്ലെങ്കിൽ ഓരോന്നോരോന്ന് സ്പെസിഫിക്കലി എഴുതിയാൽ തിരുവനന്തപുരം വരും. So after this you will then make payment to equity shareholders. Yeah? Now equity shareholders-ൽ കൊടുക്കാൻ ശരിക്കും എത്രയാണ് നമ്മൾ കൊടുക്കേണ്ടിയിരിക്കുന്നത്? അവർ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന 5,50,000 പ്ലസ് സെക്യൂരിറ്റീസ് പ്രീമിയം ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനുള്ളതാണ് അല്ലേ. അപ്പോൾ അറൌണ്ട് 13 lakh നമ്മൾ അവർക്ക് കൊടുക്കണം. പക്ഷെ അത്രയും ഉണ്ടോ എന്നൊന്നും നോക്കിയാൽ ലെറ്റ് us check that. സോ അസറ്റ്സ് കിട്ടിയത് 23 lakh, അതിൽ നിന്ന് എക്സ്പെൻസുകൾ ഓരോന്ന് പോയാൽ അല്ലെങ്കിൽ ലൈബിലിറ്റി പോയി കഴിഞ്ഞാൽ $7 lakh, 23 lakh minus so we have actually an amount left of only to the extent of 51,000. പക്ഷെ നമ്മൾ അവർക്ക് കൊടുക്കേണ്ടത് എത്രയായിരുന്നു? അറൌണ്ട് 13 lakh അല്ലേ. അതായത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് പലപ്പോഴും ഈ വൈൻഡിങ് അപ്പിന്റെ സമയത്ത് മുഴുവൻ പൈസയും കിട്ടാൻ സാധ്യതയില്ല അല്ലേ. മുഴുവൻ കിട്ടുന്നതും കാണും, കിട്ടാത്ത കേസസ് കാണും. പൊതുവെ നമ്മൾ ലിക്വിഡേഷന്റെ ഭാഗമായിട്ട് ചെയ്യുന്ന മിക്ക ക്വസ്റ്റ്യനും മുഴുവൻ കിട്ടാതെ കുറച്ച് ഡെഫിഷ്യൻസി വരുന്നത് കാണും അല്ലേ. അപ്പോൾ ആ ഡെഫിഷ്യൻസി എത്രയാണ് ഇവർക്ക് ഓരോരുത്തർക്കും കിട്ടുന്നത് എന്നുള്ളത് നമ്മൾ പെർ ഷെയർ എമൗണ്ടും നമ്മളിവിടെ കാണിക്കണം. ആ പോയിന്റ് ഞാൻ തിയറി എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ പറഞ്ഞിരുന്നില്ല, because I wanted to explain with an example. So let us take up a working note for that. Payment to equity shareholders. For that you have to first find out എത്രയാണ് നമ്മളുടെ കയ്യിൽ ക്യാഷ് അവൈലബിൾ ആയിട്ടുള്ളത്. Amount available for payment to equity shareholders. Preference shareholders-ന് പേയ്മെന്റ് കഴിഞ്ഞിട്ടുള്ള ബാക്കിയാണ് പറയുന്നത്. അപ്പോൾ ഈ എമൗണ്ടുകളൊക്കെ നിങ്ങൾക്ക് ഇവിടെ എടുത്തെഴുതി മൈനസ് ചെയ്തിട്ട് അവസാനം എന്തായാലും ആൻസർ വരാൻ പോകുന്നത് 51,000. ഈ 51,000 ആണ് ആക്ച്വലി ദ പേഴ്സൺ ഹു ഹാസ് ഇൻവെസ്റ്റഡ് ഇൻ 60 per share called up കേസസിലും ആണെങ്കിലും 50 per share called up ആണെങ്കിലും എത്ര രൂപയാണ് നമ്മൾക്ക് കിട്ടാൻ പോകുന്നത്? 51,000 ഇവർക്ക് രണ്ടുപേർക്കും കിട്ടിയത്. So how do you compute how much is the loss that they are going to suffer? For that you will have to compute something else. So the capital amount or equity share capital that had to be paid was 5,50,000. രണ്ട് ക്ലാസ്സും കൂടെ കൂട്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് 3 lakh 2,50,000 അല്ലായിരുന്നു.
3 lakh and 2,50,000. അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും ചേർന്ന് നമ്മൾ കൊടുക്കേണ്ടത് 5,50,000. ഈ 5,50,000 കൊടുക്കേണ്ട സ്ഥാനത്താണ് നമ്മൾക്ക് എത്ര രൂപ മാത്രം കിട്ടിയിരിക്കുന്നത് കൊടുക്കാൻ? 51,000. അപ്പോൾ ബാക്കി മുഴുവൻ അവർ സഹിക്കേണ്ട നഷ്ടമില്ല. ദാറ്റ് ഈസ് ദ ലോസ് ടു ബി ബോൺ ബൈ ദിസ് particular equity shareholder. Yeah? So therefore, how much is the loss എന്നുള്ളത് നമ്മൾക്കൊന്ന് computation amount എഴുതാം. 5,50,000 minus 51,000. Less amount available, നമ്മൾ തൊട്ട് മേലെ എഴുതിയ 51,000. Amount available for distribution 51,000. So which means the loss to be borne by equity shareholders are 4,99,000. And we will have to write, ഞാൻ പറഞ്ഞു ഡെഫിഷ്യൻസി എത്രയാണ് അല്ലെ ലോസ് അവർക്ക് ആക്ച്വലി എത്രയാണ് കിട്ടാൻ പോകുന്നത് എന്നുള്ളതൊക്കെ നമ്മളെ ഫൈനൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ട്സ് ലിക്വിഡേറ്റേഴ്സിന്റെ സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ട്സിൽ കാണിക്കണം. അപ്പോൾ ഈ എമൗണ്ട് ഇൻ വാല്യൂവിൽ മാത്രം പോരാ, പെർ ഷെയറും നമ്മൾക്ക് ഇൻഫർമേഷൻ അവൈലബിൾ ആണ്. സോ therefore ഈ ലോസിനെ we are going to say how much is the loss to be borne by or how much is the loss to be borne on each equity shares. So അതെങ്ങനെ കമ്പ്യൂട്ട് ചെയ്യാം? 4,99,000 ആണ് ടോട്ടൽ ലോസ്. എത്ര ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്? രണ്ട് ക്ലാസ് ആയിട്ട് 5,000. സോ വിച്ച് മീൻസ് ടോട്ടൽ 10,000 ഷെയർസിനാണ് ഈ ലോസ് ബെയർ ചെയ്യേണ്ടത് അല്ലേ? സോ therefore the loss that they are going to bear is 49.9 rupees. സോ അവർ ബെയർ ചെയ്യേണ്ട ഓരോ ഷെയറും ബെയർ ചെയ്യേണ്ട ലോസ് എത്രയും നമ്മൾക്ക് കിട്ടി? 49.9 rupees. Now can we find out how much should be paid to each class of equity shares? That is equity share of 100, 60 called up in the case. Amount to be paid to അതായത് 60 രൂപ കോളപ്പ് ചെയ്ത് തന്നവർക്ക് എത്രയാണ് അപ്പം നമ്മൾ പേ ചെയ്യാൻ പോകുന്നത്? 60 രൂപയാണ് അവർ തന്നിരിക്കുന്നത് അല്ലേ? പക്ഷെ അവർ ബെയർ ചെയ്യേണ്ട ലോസ് എത്രയാണ്? 49.90. അതായത് അവർക്ക് എത്ര രൂപയെ കിട്ടുകയുള്ളൂ 60 രൂപ അവർ തന്നതിൽ? only 10.1 rupees. ഈ 10.1 rupees ആണ് ഓരോ ഷെയർ ഹോൾഡറിനും കിട്ടുന്നത്. അങ്ങനത്തെ എത്ര ഷെയർ ഉണ്ടായിരുന്നു ഈ കമ്പനിയിൽ? 5,000 shares. So ultimately this 10.1 into 5,000, which is going to be 50,500. Okay. So 60 minus 49.9, 5,000 shares. അതായത് അവർ ബെയർ ചെയ്യേണ്ട ലോസ് 49.90. അവർ തന്നത് 60. അപ്പോൾ ബാക്കി എത്രയും നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ? 10 രൂപയാണ്. So therefore totally നമ്മൾക്ക് അവർക്ക് കൊടുക്കാൻ പോകുന്നത് 50,500. Now what about equity shares of 100 each in which 50 rupees was called up and paid up? അവർ തന്നത് 50 ആണ്. സോ ഐഡിയൽ കണ്ടീഷനിൽ 50 രൂപ തന്നവർക്ക് വൈൻഡിങ് അപ്പിന്റെ സമയത്ത് 50 രൂപയും അതിന്റെ കൂടെ എക്സ്ട്രാ എന്തെങ്കിലും ഉണ്ട് അതാണ് തിരിച്ചു കൊടുക്കേണ്ടത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഈ കമ്പനിയിൽ കാശ് തികഞ്ഞില്ല ഫുള്ള് എല്ലാവർക്കും സെറ്റിൽ ചെയ്യാൻ അല്ലേ? അപ്പോൾ ആ നഷ്ടം ആര് സഹിക്കണം? അൾട്ടിമേറ്റ് ഓണേഴ്സ് ആയ ഷെയർ ഹോൾഡേഴ്സ്. ഇവർ 50 രൂപയാണ് തന്നത്, അവർ എത്ര രൂപയാണ് ലോസ് സഹിക്കേണ്ടത്? അവരും 49.9 rupees ആണ് ലോസ് സഹിക്കേണ്ടത്. So therefore they are going to get only 10 paise on every share. അങ്ങനത്തെ 5,000 shares ഉണ്ട്. So which means 50 minus 49.9 into 5,000, they will get only 500 rupees towards their contribution. അതായത് ശരിക്കും 2.5 ലക്ഷം തന്നവർക്ക് എത്ര രൂപയെ തിരിച്ചു കിട്ടുന്നുള്ളൂ? 500 രൂപയും. 3 ലക്ഷം തന്നവർക്ക് 50,500 രൂപയും. ബാക്കി മുഴുവൻ അവർ നഷ്ടമായിട്ട് സഹിക്കണം. So that also we will record in the final statement of accounts by liquidator, and we will write as refund on 5,000 shares of 100 each, 60 called up and paid up. At rupees
എത്രയാണ് അവർക്ക് കൊടുക്കുന്നത് നമുക്ക് 10.10 rupees per share. Amount is 50,500. Same way you will write for refund on 5,000 shares of 100 each. 50 called up and paid up at 0.1 per share. So 500. So this is the account restatement tally on 23. So with this we complete liquidators final statement of accounts and liquidators statement of accounts for this question. And this question is taken from the study material. Yeah. അതുകൊണ്ടാണ് ഈ രണ്ട് ഡിഫറൻസസും അസംഷൻസും ഒക്കെ ഞാൻ എടുത്തു പറഞ്ഞത്. അപ്പോൾ സ്റ്റഡി മെറ്റീരിയൽ നോക്കുമ്പോൾ ആ ഒരു ഡൗട്ട് വന്നു കഴിഞ്ഞാൽ കാരണങ്ങൾ നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. Now let's quickly move on to another question, liquidators final statement of accounts. Question number 5 നമ്മൾക്ക് പെട്ടെന്ന് work out ചെയ്ത് നോക്കാം. From the following trial balance of all over limited on 1st January, prepare liquidators final statement of accounts. 9% share capital and equity share capital വീണ്ടും fully paid partly paid up on the planned assets and liability preliminary expenses 6% mortgage loan outstanding liabilities profit and loss trading loss for the previous calendar year. Following points should be kept in mind. On 21st January, the liquidator sold plant for 2,95,000 and stock in trade at 10% less than book value. He realized 80% of sundry debtors and incurred cost of collection of 1,850. Remaining debtors are to be treated as bank. The loan mortgage was discharged as 31st January along with 6 months interest. Creditors were discharged subject to 5% discount. Outstanding expenses paid at 20% less. Preference share dividend is due for 1 year and paid with final payment. Liquidation expenses incurred are 1,800 and liquidators remuneration is settled at 4% on disbursement to members, excluding preference dividend, subject to a minimum of 10,000. അതായത് മെമ്പേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ആരാണ്? പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനും ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനും അവർക്ക് കൊടുക്കാൻ പോകുന്ന പൈസയിന്മേൽ വരുന്ന എമൗണ്ട് എത്രയാണോ ആ എമൗണ്ടിന്മേലാണ് 4% ലിക്വിഡേറ്റേഴ്സ് അപ്പോൾ ലിക്വിഡേറ്റേഴ്സ് റെമ്യൂണറേഷൻ കുറച്ച് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. സോ ലെറ്റ് us quickly without wasting any time prepare this statement. കമ്പനിയുടെ പേരെന്തായിരുന്നു? പേര് തന്നിട്ട് ഓഫ് ഓൾ ഓവർ ലിമിറ്റഡ് പീരിയഡ് ഡേറ്റ് ഒന്നും പറയുന്നില്ല. സോ ഹെഡിങ്ങിന് നമ്മൾ സാധാരണ ഓൾ ഓവർ ലിമിറ്റഡ് ബ്രാക്കറ്റിൽ ഇൻ ലിക്വിഡേഷൻ അത് കഴിഞ്ഞിട്ട് ലിക്വിഡേറ്റേഴ്സ് ഫൈനൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ട്സ് ഡേറ്റ് ആണെങ്കിൽ ഡേറ്റ് എഴുതുക ഫ്രം സോ ആൻഡ് സോ ഡേറ്റ് ടു ഇന്ന ഡേറ്റ് ഉണ്ടാവും. സോ ലിക്വിഡേറ്റേഴ്സ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ട്സ് ഫൈനൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ട്സ് അപ്പോൾ ആ പേര് തന്നെ യൂസ് ചെയ്തോളുക. Receipts and payments. So ഏറ്റവും ആദ്യം നമ്മൾക്ക് അസറ്റ്സ് എല്ലാം റെക്കോർഡ് ചെയ്യണം. ഇപ്പൊ അസറ്റ്സിൽ ക്യാഷും ബാങ്ക് ബാലൻസും എന്തെങ്കിലും ഉണ്ടോ എന്നുണ്ട്. ഇവിടെ ബാങ്കിനെ കുറിച്ച് പറയുന്നുണ്ട് 1,20,000. സോ വി വിൽ റെക്കോർഡ് ബാങ്ക് അസറ്റ്സ് റിയലൈസ്ഡ്. അസറ്റ്സ് റിയലൈസ്ഡിന്റെ കൂടെ എഴുതണമെന്നല്ല, ആദ്യമേ ബാങ്ക് സെപ്പറേറ്റ്ലി എഴുതിയാലും വരുമൊന്നുമില്ല. അസറ്റ്സ് റിയലൈസ്ഡിന്റെ ഏറ്റവും ആദ്യം ബാങ്ക് എഴുതിയാലും ഒരു കുഴപ്പമില്ല. സോ ഐ എം റൈറ്റ് ഇറ്റ് ആസ് പാർട്ട് ഓഫ് അസറ്റ്സ് റിയലൈസ്ഡ്. ബാങ്ക് 1,20,000 എഴുതി. അതിനുശേഷം ഓരോരോ അസറ്റ് ആയിട്ട് എഴുതുക. നമ്മൾക്ക് സ്റ്റോക്ക് ഇൻ ട്രേഡ് ഉണ്ട്, പ്ലാന്റ്, ഡെറ്റേഴ്സ് ആൻഡ് ഈ 3 കാര്യങ്ങളാണ് ഉള്ളത് അല്ലേ. പ്ലാന്റ് ഒരു ഫിക്സഡ് അസറ്റ് അപ്പോൾ ഏറ്റവും ലാസ്റ്റ് എഴുതുന്നത്. സൺട്രി ഡെറ്റേഴ്സ് അടുത്ത് എഴുതാം 85,000. ഇനി സൺട്രി ഡെറ്റേഴ്സിനെ കുറിച്ച് പറയുന്നത് he realized 80% of debtors എന്നാണ്. ആൻഡ് ഇൻകേർഡ് കോസ്റ്റ് അതായത് അത് വാങ്ങിക്കാൻ വേണ്ടി ഒരു 1,850 അയാൾക്ക് ചെലവുമായി. അപ്പോൾ അതിൻ്റെ അർത്ഥം ബാക്കി ബാഡ് ഡെറ്റേഴ്സ് ബാക്കി കിട്ടിയിട്ടുമില്ല. അപ്പോൾ സൺട്രി ഡെറ്റേഴ്സ് 85,000ന്റെ എത്ര ശതമാനമാണ് അയാൾക്ക് കിട്ടിയത്? 80%. So we can say debtors actually 85,000 into 80% ആയിരുന്നു റിയലൈസ് ചെയ്യേണ്ടത്. പക്ഷെ ഇത് റിയലൈസ് ചെയ്യാൻ he had to incur certain expense of
850. So which means net realized amount is only 66,150. 66,150. So we will record only that. The expenses separately എഴുതേണ്ട കാര്യമില്ല, realized amount adjust ചെയ്ത് എഴുതിയാലും മതി. ഞാൻ debtors and bank ഒക്കെ inner കോളത്തിൽ എഴുതിയിട്ട് outer കോളത്തിൽ single amount എഴുതിയാലും ഒരു കുഴപ്പമില്ല. So next is assets debtors എഴുതി. ഇനി അടുത്തതുണ്ടായിരുന്നത് സ്റ്റോക്ക് ആണ്. സ്റ്റോക്ക് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ബുക്ക് വാല്യൂവിനേക്കാളും 10% കുറവാണ് റിയലൈസ് ചെയ്തത്. സ്റ്റോക്ക് ഇൻ ട്രേഡ് ബുക്ക് വാല്യൂ വാസ് 3,60,000. So 3,60,000 90% നമ്മൾക്ക് റിയലൈസ് ചെയ്തിട്ടുണ്ട്. So 3,60,000 into 90%, 3,24,000. Yeah, so debtors സ്റ്റോക്കും റെക്കോർഡ്. ഇനി അടുത്തത് നമ്മൾക്ക് പ്ലാന്റ് ആണ് റെക്കോർഡ് ചെയ്യാൻ ഉള്ളത്. Now plant was sold for 2,95,000 എന്നാണ് പറയുന്നത്. So we will record plant again at 2,95,000. So totally നമ്മൾ റിയലൈസ് ചെയ്ത അസറ്റ്സിന്റെ ക്യുമുലേറ്റീവ് എമൗണ്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഔട്ടർ കോളത്തിൽ എഴുതിയതാണെങ്കിൽ you will get 8,05,150. Yeah. In the column total column വരുമ്പോൾ 8,05,150. ഇനി പേയ്മെന്റ്സ് ഓരോന്നോരോന്നായിട്ട് എഴുതാം. ഏറ്റവും ആദ്യം ലീഗൽ ചാർജസ്. ഇവിടെ ലീഗൽ ചാർജസ് ഒന്നുമില്ല, അതുകൊണ്ട് അത് വിട്ടിട്ട് അടുത്തത് എന്താണ്? ലിക്വിഡേറ്റേഴ്സ് റെമ്യൂണറേഷൻ. ലിക്വിഡേറ്റേഴ്സ് റെമ്യൂണറേഷൻ ആദ്യം പേ ചെയ്യുന്നുണ്ടെങ്കിലും അതിന്റെ എമൗണ്ട് എത്രയാണെന്ന് നമ്മൾക്ക് അറിയില്ല, അതുകൊണ്ട് അത് തൽക്കാലം പെൻഡിങ് വെക്കാം. Liquidation and liquidators remuneration. Working note 1 എന്നൊരു റെഫറൻസ് കൊടുത്തിട്ടേക്കാം. അപ്പോൾ നമുക്ക് വർക്കിംഗ് നോട്ട് വെച്ചിട്ട് അത് ഫിൽ ചെയ്യും. പക്ഷെ അത് ചെയ്യണമെങ്കിൽ നമ്മൾ എത്ര എമൗണ്ട് ആണ് അൾട്ടിമേറ്റ്ലി അവർക്ക് കൊടുക്കേണ്ടതെന്ന് അറിയണം അല്ലേ, അതുകൊണ്ട് ഞാൻ ആ പെൻഡിങ് ഇട്ടതേ ഉള്ളൂ. അടുത്തത് ലിക്വിഡേഷൻ എക്സ്പെൻസ് ആണ് നമ്മൾ ഓർഡറിൽ പേ ചെയ്യുന്നത്. സോ ലിക്വിഡേഷൻ എക്സ്പെൻസ് എത്രയുണ്ടായിരുന്നു? 1,800 എന്നാണ് പറയുന്നത്. സോ ലിക്വിഡേഷൻ എക്സ്പെൻസസ് 1,800 നമ്മൾ റെക്കോർഡ്. ഇനി അടുത്തത് റെക്കോർഡ് ചെയ്യാനുള്ളത് വി ഹാവ് ടു റെക്കോർഡ് ഡിബെഞ്ചർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും പിന്നെ പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സും ഒക്കെയാണ്. ഇവിടെ ഡിബെഞ്ചർ ഒന്നും തന്നെ ഇല്ല. സോ വി വിൽ മൂവ് ഓൺ ടു പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ്. പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സിൽ സെപ്പറേറ്റ്ലി നമ്മൾക്കൊന്നും തന്നെ പറയുന്നില്ല. എന്തെങ്കിലും എമൗണ്ടിനെ കുറിച്ച് പറയുന്നുണ്ടോ? ഇല്ല. പേ ചെയ്തത് ക്രെഡിറ്റേഴ്സ് എത്ര എന്നൊക്കെ പറയുന്നുള്ളൂ അല്ലേ. സോ പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സിന്റെ ലിസ്റ്റ് ആയിട്ട് നമ്മൾ എഴുതണ്ട. അടുത്തത് നമ്മൾക്ക് പേ ചെയ്യാനുള്ള ഏതൊക്കെ ലൈബിലിറ്റി ആണ്? മോർഗേജ് ലോണും ഔട്ട്സ്റ്റാൻഡിങ് ലൈബിലിറ്റീസ്. അപ്പോൾ ലോൺ മോർഗേജ് കാരണം ഒരു ലോൺ ആണ്, ഔട്ട്സൈഡ് ലൈബിലിറ്റീസിനേക്കാളും കൂടുതൽ വെയിറ്റേജ് അല്ലെങ്കിൽ പ്രിഫറൻസ് വരാൻ പോകുന്നത് ഈ ലോണിനാണ്, നമ്മൾക്കറിയാം മോർഗേജ് ഉള്ളത്. സോ അതുകൊണ്ട് അത് ആദ്യം പേ ചെയ്യും. 6% മോർഗേജ് ലോൺ ആണ് ആദ്യം നമ്മൾ പേ ചെയ്യാൻ പോകുന്നത്. സോ 6% മോർഗേജ് ലോൺ നമ്മൾ പേ ചെയ്യാൻ അവിടെ താഴെ കുറച്ച് പോയിന്റ്സ് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ കുറച്ച് അഡീഷണൽ ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. മോർഗേജ് ലോൺ 2,30,000 ആണ്. ഇറ്റ് വാസ് ഡിസ്ചാർജ്ഡ് അറ്റ് 31st January എന്നാണ് നമ്മൾക്ക് തന്നിരിക്കുന്നത്. ജനുവരി 1 കണക്കാണ്. 31st January എന്ന് പറയുമ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ടാണ് ഈ പേയ്മെന്റ്, along with 6 months interest എന്നാണ് പറയുന്നത്. So therefore 2,30,000 into 6% for 6 months interest എന്നുള്ളത് വരുമ്പോൾ എത്ര എമൗണ്ട് ആണ് ഇൻട്രസ്റ്റിലേക്ക് പോകുന്നത്? 2,30,000 ലോണിന്റെ മാത്രം എമൗണ്ട് പ്ലസ് ഇൻട്രസ്റ്റ്, that would have been 2,30,000 into 6% into 6 months. So which was 6,900. So total amount that I am going to pay is 2,36,900. തൽക്കാലം ഞാൻ പ്രീവിയസ്ലി ചെയ്ത ക്വസ്റ്റ്യൻ കുറച്ച് ലെങ്തി ആയതിന്റെ ആൻസർ ആണ് അവിടെ വായിച്ചത്. സോ ലോൺ അടച്ചു കഴിഞ്ഞു. ഇനി അടുത്തത് നമ്മൾക്കുള്ളത് ഔട്ട്സ്റ്റാൻഡിങ് ലയബിലിറ്റി ആണ്. അത് 25,000. ഔട്ട്സ്റ്റാൻഡിങ് ലയബിലിറ്റിയും ക്രെഡിറ്റേഴ്സും ഉണ്ട്. സോ ഔട്ട്സ്റ്റാൻഡിങ് ലയബിലിറ്റിനെ കുറിച്ച് എന്താണ് പറയുന്നത്? ദേ ആർ പെയ്ഡ് 20% ലെസ്. സോ ഈ ക്രെഡിറ്റേഴ്സും ഔട്ട്സ്റ്റാൻഡിങ് ലയബിലിറ്റി ഒക്കെ അൺസെക്യൂർഡിന്റെ ലിസ്റ്റിലേക്ക് നമ്മൾക്ക് കൊണ്ടുവരാം. സോ ഔട്ട്സ്റ്റാൻഡിങ് ലയബിലിറ്റി 25,000ന്റെ 20% കുറവാണ് പേ ചെയ്യുന്നത്. സോ ഔട്ട്സ്റ്റാൻഡിങ് ലയബിലിറ്റീസ്
25,000 into 80% payment നടത്തിയാൽ മതി എന്നാണ് പറയുന്നത്. So therefore 25,000 into 80% is going to be 20,000 rupees ആണ് നമ്മൾ payment. And then we have sundry creditors also. Yeah? So you can write sundry creditors first or after along with outstanding liabilities, no issue. Sundry creditors ആദ്യം എഴുതിയാലും കുഴപ്പമില്ല, കുറച്ചുകൂടെ പ്രിഫറൻസ് അവർക്കാണെന്ന് ഉള്ള രീതിയിൽ. So that also can be, I just make a note. ഇവിടെ എഴുതിയാലും കുഴപ്പമില്ല, അതായിരിക്കും കുറച്ചുകൂടെ ലോജിക്കലി നല്ലതെന്ന് തോന്നുന്നു. So sundry creditors എത്രയാണ് ബാലൻസ് ഷീറ്റിലുള്ളത്? 2,21,000. ഇനി പേയ്മെന്റ് ചെയ്തത് 5% ഡിസ്കൗണ്ടിലാണെന്നാണ് പറഞ്ഞത്. So 2,21,000ന്റെ 95% നമ്മൾ പേ ചെയ്താൽ മതി. So therefore 2,09,950 മാത്രമാണ് നമ്മൾ പേയ്മെന്റ് നടത്തേണ്ടത്. So then ഇനി എല്ലാ ലൈബിലിറ്റിയും പേ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത നമ്മളുടെ ജോലി എന്താണ്? ടു സെറ്റിൽ ദ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് ഈക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് അല്ലേ? സോ അടുത്തത് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിലേക്ക് പോവേണ്ട പേയ്മെന്റ്. അത് മാത്രം ഞാനൊരു ഹെഡിങ്ങിൽ കാണിക്കുകയാണ്. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. ഹൗ മച്ച് ഷുഡ് ഐ പേ ദ പ്രിഫറൻസ് ക്യാപിറ്റൽ? amount എത്രയുണ്ട്? പ്രിഫറൻസ് ക്യാപിറ്റൽ 1,25,000. സോ 1,25,000 പ്രിഫറൻസ് ക്യാപിറ്റലിനോടൊപ്പം ഇവിടെ ഒരു പോയിന്റ് പറയുന്നുണ്ട്, പ്രിഫറൻസ് ഡിവിഡൻഡ് ഇസ് ഡ്യൂ ഫോർ 1 year ആൻഡ് ഇസ് പെയ്ഡ് അലോങ് വിത്ത് പേയ്മെന്റ്. സോ 1 year ഡിവിഡൻഡ് ആണെങ്കിൽ ഇതിനർത്ഥം 1,25,000ന്റെ 9%. സോ പ്രിഫറൻസ് ഡിവിഡൻഡ് 1,25,000ന്റെ 9% is going to be 11,250. So therefore we can say 1,36,250 ആയിരിക്കും ടോട്ടൽ പേയ്മെന്റ് ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. ഇനി ഫൈനലി നമ്മൾ ആർക്കാണ് പേ ചെയ്യാനുള്ളത്? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനാണ് പേ ചെയ്യാനുള്ളത്. പക്ഷേ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് പേ ചെയ്യാൻ നേരത്ത് we will have to think about the remuneration also. Yeah? So let us compute that next through a working note. So working note number 1, payment or liquidators remuneration. So liquidators remuneration compute cheyanathu we need to know how much should be paid to the members alle. So paid to the members nu parayumbol etra unde amount ennu namakku onu compute cheyanam. Etra unde balance? So 8,10,150 disbursement to members excluding preference. So which means members ന് ഡിവിഡൻഡ് അല്ലാതെ കൊടുക്കുന്ന എല്ലാ എമൗണ്ടിന്റെയും അല്ലേ? സോ നമ്മൾ കമ്പ്യൂട്ട് ചെയ്യാൻ നമുക്ക് എത്ര എമൗണ്ട് അവൈലബിൾ ആണെന്ന് നോക്കണം. അസറ്റ്സ് 8,05,150 ഉണ്ട്. അതിൽ കുറെ എക്സ്പെൻസുകളും ലൈബിലിറ്റിയും നമ്മൾ പേ ഓഫ് ചെയ്യുന്നുണ്ടല്ലേ? അതിൽ മെമ്പേഴ്സിന് കൊടുക്കുന്ന എത്രയാണ് എന്ന് കമ്പ്യൂട്ട് ചെയ്തിട്ട് അതിന്മേലാണ് റെമ്യൂണറേഷൻ കമ്പ്യൂട്ട് ചെയ്യുന്നത്. പക്ഷെ പ്രിഫറൻസ് ഡിവിഡൻഡ് എക്സ്ക്ലൂഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, even though it's a payment to member shareholders. So that also will be treated just like another liability. So എല്ലാ liability till this portion pay ചെയ്ത് കഴിഞ്ഞതും അതിനുശേഷം ഈ പ്രിഫറൻസ് ഡിവിഡൻഡ് എക്സ്ക്ലൂഡ് ചെയ്യണമെന്ന് പറഞ്ഞതുകൊണ്ട് അത് ലൈബിലിറ്റി പേയ്മെന്റ് പോലെ നമ്മൾ അങ്ങനെ ട്രീറ്റ് ചെയ്യണം. അതും കഴിഞ്ഞിട്ടുള്ള ബാക്കി എമൗണ്ട് ആയിരിക്കും എന്തിന് അവൈലബിൾ? മെമ്പേഴ്സ് ആയ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനും ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനും അവൈലബിൾ ആയിട്ടുള്ളത്. So therefore let us find out amount available for members is going to be 3,25,250. Now 3,25,250 എങ്ങനെയാണ് കിട്ടിയതെന്ന് വീണ്ടും പറയാം. It is all assets realized minus all liabilities including preference dividend but excluding the capital portion paid to preference share. കാരണം capital paid to preference shareholders എന്ന് പറയുന്നത്
മെമ്പേഴ്സിന്റെ ലിസ്റ്റിൽ തന്നെ വരുന്നത്. ഇവിടെ എക്സ്ക്ലൂഡിംഗ് പ്രിഫറൻസ് ഡിവിഡൻഡ് സ്പെസിഫിക്കലി പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ പ്രിഫറൻസ് ഡിവിഡൻഡ് സാധാരണ ഒരു ലയബിലിറ്റി പേയ്മെന്റ് പോലെ ട്രീറ്റ് ചെയ്യുന്നത്. ആ സെന്റൻസ് പറഞ്ഞില്ലായിരുന്നെങ്കിലോ ഓൺ ഡിസ്ബേഴ്സ്മെന്റ് ടു മെമ്പേഴ്സ് എന്ന് പറയുമ്പോൾ മെമ്പേഴ്സിന് കൊടുക്കുന്ന എല്ലാ പൈസയിന്മേലും നമ്മൾ എന്ത് ചെയ്യണം, ഈ കമ്പ്യൂട്ടേഷൻ നടത്തണം. അങ്ങനെയായിരുന്നെങ്കിൽ 11,250 കുറയ്ക്കാതെയുള്ള എമൗണ്ട് നമ്മളിവിടെ പറഞ്ഞത് മുഴുവൻ മെമ്പേഴ്സിന് അവൈലബിൾ. ഇങ്ങനെ സ്പെഷ്യലായിട്ട് പറഞ്ഞതുകൊണ്ട് മാത്രം ബാക്കി എമൗണ്ട് അവൈലബിൾ ആയിട്ട് ക്യാപിറ്റൽ പോർഷൻ കൊടുക്കാനുള്ളത് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഇത്രയും, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഇത്രയും എന്നാണ് പറഞ്ഞത്. സോ ദാറ്റ് ഇസ് 3,25,250. ഈ എമൗണ്ട് ആണ് മെമ്പേഴ്സിന് അവൈലബിൾ. ഇനി മെമ്പേഴ്സിന് അവൈലബിൾ ആയിട്ടുള്ള എമൗണ്ടിന്മേലാണ് 4% കൊടുക്കുന്നത്. സോ ഐഡിയലി സ്പീക്കിംഗ് ദിസ് ഇസ് ദ ടോട്ടൽ എമൗണ്ട് ദാറ്റ് യു ഹാവ് ടു പേ ബോത്ത് റെമ്യൂണറേഷൻ ആൻഡ് മെമ്പേഴ്സ്. ഇപ്പം നമ്മൾ ലിക്വിഡേറ്റേഴ്സ് റെമ്യൂണറേഷൻ ആദ്യത്തെ ക്വസ്റ്റ്യൻ ചെയ്തത് അതേപോലെ അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സിന് കൊടുക്കാൻ നേരത്ത് രണ്ടുപേർക്കും രണ്ട് പേയ്മെന്റിനും കൂടെ വേണ്ടി മുഴുവൻ ഇത്രയുമേ ഉള്ളൂ. സോ therefore എത്രയാണ് റെമ്യൂണറേഷൻ എന്ന് നമുക്ക് എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യാം? 3,25,250 സെയിം ലോജിക് into the percentage given which is 4. അപ്പോൾ എമൗണ്ട് അവൈലബിൾ അല്ലെങ്കിൽ അത് അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് അല്ലെങ്കിൽ സെയിം ലോജിക് തന്നെ നമ്മൾ യൂസ് ചെയ്യും, ഡിവൈഡഡ് ബൈ 100. That means you have totally only this much amount to pay for remuneration as well as members. So therefore 4 divided by 104 is going to be 12,509.6. So I am going to round it up to 12,510. So remuneration namalku kittiyalla. So 12,510 remuneration working note number 1 So 12,510 കഴിഞ്ഞ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനും പേയ്മെന്റ് കഴിഞ്ഞാൽ അപ്പോൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് എത്രയാണുള്ളത് അത് അടുത്ത വർക്കിംഗ് നോട്ട് വഴി നമുക്കൊന്ന് പേയ്മെന്റ് ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. എത്രയാണ് നമ്മൾ എമൗണ്ട് അവർക്ക് പേ ചെയ്യുന്നത്? ക്യാപിറ്റൽ ടു ബി പെയ്ഡ് ബാക്ക് ഇസ് 3 lakh, isn't it? 2 lakh fully paid up ന്റെ തന്നതും 50 paid up ന്റെ 1 lakh. So capital to be paid back to equity shareholders is 3 lakh. 2 lakh plus 1 lakh. അതിൽ എത്രയാണ് നമ്മൾക്ക് പൈസ അവൈലബിൾ? ലെസ് amount available for distribution. ഒന്നെങ്കിൽ ആദ്യം മുതൽ വീണ്ടും എല്ലാം ചെക്ക് ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ ഈ 3,25,000 എന്തൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് നമ്മൾക്കറിയാം. 3,25,250 നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാതെ വിട്ടിരിക്കുന്നത് ഈ റെമ്യൂണറേഷൻ ഉണ്ട്, അത് കുറയ്ക്കുക 12,510. Then we also have preference capital 1,25,000, which means we have only 1,87,750 which is available for distribution. 740. അപ്പോൾ അതിന്റെ അർത്ഥം ബാക്കി എത്രയാണ്? So therefore എത്രയാണ് ലോസ് എന്ന് പറയുന്നത്? 1,12,260 loss to be borne by shareholder. So therefore how much will be paid to each shareholder? How much will be paid to each shareholder? Loss per share is going to be 1,12,260 divided by 4,000. That is 28.06. Fully paid up shares കിട്ടിയ ആൾക്ക് നമ്മൾ ഷെയർസിലേക്ക് പൈസ ഇട്ട ആൾക്ക് എത്ര നമ്മൾ റീഫണ്ട് കൊടുക്കും? റീഫണ്ട് ടു fully paid up shares. അങ്ങനത്തെ 2,000 ഷെയർസ് ഉണ്ടായിരുന്നു and we are going to give them 28.065 ആണ് ലോസ് എന്നാണ് പറയുന്നത്. അപ്പോൾ 100 രൂപ തന്നെങ്കിൽ അതിൽ 28.065 ആയിരിക്കും അവരുടെ ലോസ്. അപ്പോൾ ബാക്കി അവർക്ക് നമ്മൾ തിരിച്ചു കൊടുക്കും അല്ലേ? So therefore that is 1,43,870 and the remaining refund
to 50 paid up shares, 50 rupees paid up shares. Treat 2000 shares and the total amount they gave us 50. Other 28.065 they should bear as a loss. So how much should be returned then? 43,870. Yeah. So if you see, fully paid up shares in extra 1 lakh rupees. If compare 1 lakh so we question equity shareholders fully paid up partly paid up difference fully paid up 50 rupees extra extra 50 rupees extra 1 lakh rupees. Yeah, so it is nothing but that 2000 into that 50 rupees they had paid in addition. Baki 50 rendu perum എത്രയാണോ പേ ചെയ്തതും അതിൽ നിന്നാണ് ഈ ലോസ് അഡ്ജസ്റ്റ് ആയിരിക്കുന്നത്. Therefore record this refund also to equity shareholders and close this final accounts. Yeah. So I believe statement of accounts നിങ്ങൾക്ക് കുറേയൊക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഈ മോഡലാണ് ചെയ്തു പോകുന്നത്. ഇനി ഒരു ഏരിയയും കൂടെ നമുക്ക് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യനും കൂടെ ഫൈനൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ട്സിന് നമ്മൾ ചെയ്യുന്നുള്ളൂ. ഇമ്പോർട്ടൻറ്റ് ഈ ഒരു സെക്ഷൻ ആയതുകൊണ്ട് which will have something in addition called receivers, receipts and payments account. Now receivers, receipts and payments is nothing but very simple. Debenture holders ഉള്ള ഒരു കമ്പനി ഇപ്പോൾ ലിക്വിഡേഷൻ പ്രോസസ്സിലേക്ക് കമ്പനി പോകുമ്പോൾ അവരുടെ പേയ്മെന്റ് സെക്യൂർ ചെയ്യാനും ഒക്കെ വേണ്ടി ഒരു റിസീവറിനെ അപ്പോയിന്റ് ചെയ്യും. ഡിബെഞ്ചർ ഹോൾഡേഴ്സ് തന്നെ അപ്പോയിന്റ് ചെയ്യും അവരുടെ പേയ്മെന്റ് കറക്റ്റ് ആയിട്ട് കിട്ടാൻ. അപ്പോൾ ലിക്വിഡേറ്ററിന്റെ കയ്യിലേക്ക് എത്തുന്നതിന് മുമ്പ് ഈ റിസീവർ ലിക്വിഡേറ്റർ ചെയ്യുന്ന പല കാര്യങ്ങളും ചെയ്യും. അതായത് അസറ്റ്സ് വിൽക്കും. അസറ്റ്സ് ഒക്കെ വിൽക്കുന്ന എന്തിനാണ്? അൾട്ടിമേറ്റ്ലി ഡിബെഞ്ചർ ഹോൾഡേഴ്സിന് പേയ്മെന്റ് കൊണ്ടുപോകാൻ. അപ്പോൾ ഈ നമ്മൾ ലിക്വിഡേറ്റേഴ്സ് ഫൈനൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ട്സിൽ പഠിച്ചത് തന്നെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുകയാണ് ടു റിസീവേഴ്സ്, റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് ആൻഡ് ലിക്വിഡേറ്റേഴ്സ് ഫൈനൽ സ്റ്റേറ്റ്മെന്റ്സ് അക്കൗണ്ട്. അപ്പോൾ ഈ റിസീവറിന്റെ കയ്യിൽ ആദ്യമേ അയാളുടെ അസറ്റ്സ് പറയുന്നതെല്ലാം വിറ്റിട്ട് ഡിബെഞ്ചർ ഹോൾഡേഴ്സിന് കൊടുക്കാനുള്ളതും ബാക്കി എക്സ്പെൻസുകളെല്ലാം ഇതേപോലെ മീറ്റ് ചെയ്യും. എന്നിട്ട് എന്തെങ്കിലും എക്സ്ട്രാ വരുന്നുണ്ടെങ്കിൽ പിന്നെ അത് ഡിബെഞ്ചർ ഹോൾഡേഴ്സിന് ആവശ്യമില്ല. അത് റിസീവർ എങ്ങോട്ടേക്ക് കൊടുക്കും? അത് റിസീവർ ലിക്വിഡേറ്ററിലേക്ക് കൊടുക്കും. ബാക്കി അസറ്റ്സിന് അല്ലെങ്കിൽ ബാക്കി ലയബിലിറ്റീസ് പേ ഓഫ് ചെയ്യാൻ. അപ്പോൾ ആ ഒരു അഡീഷണൽ ഒരു പോയിന്റ് അല്ലെങ്കിൽ തിയറി മാത്രമേ ഉള്ളൂ. അത് തിയറിറ്റിക്കലി നമ്മൾ സ്റ്റഡി മെറ്റീരിയലും എവിടെയും ഇല്ല. ത്രൂ എ പ്രോബ്ലം ആണ് ഇവിടെയും കൺവേ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതേപോലത്തെ ഒരു പ്രോബ്ലം ചെയ്ത് ഈ ക്വസ്റ്റ്യൻ ആ ഒരു ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്യും. ഇനി ഇപ്പോൾ ചെയ്ത ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾ ആ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന്റെ ഒന്ന് സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ട് നമ്മൾ തൊട്ട് മുന്നേ ചെയ്ത പ്രോബ്ലം പോലെ ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് ക്ലോസ് ചെയ്തേക്കാം. I have a screen stuck issue now, so I'm unable to go back. അപ്പോൾ നിങ്ങൾ അതൊന്ന് കംപ്ലീറ്റ് ചെയ്യുക കേട്ടോ. വിത്ത് ദാറ്റ് ഈ രണ്ട് അമൗണ്ട്സ് 1,43,870 43,870 എഴുതി കഴിഞ്ഞാൽ ഇത് ക്ലോസ് ആവും. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ എക്സ്ട്രാ കൊടുത്ത 50 rupees ഒന്നായിട്ടും ബാക്കി രണ്ട് ലോസസും ഒരുമിച്ച് എഴുതിയാലും സെയിം ആൻസർ തന്നെ കിട്ടും. So that presentation is okay. So now let's move on to question number 3, which is actually talking about this receivers, receipts and payments account along with liquidators final statement. The summarized balance sheet of Vasant Limited as on 31st March 2018 being the date of voluntary winding up is as under. Capitals under equity and preference shares, 13% debenture, mortgage loan, bank overdraft, trade creditors, income tax arrears under land and building assets, profit and loss account, debenture issue expenses not written off. Mortgage loan was secured against land and buildings. Debentures were secured by a floating charge on all assets. So floating charge on all assets എന്ന് വെച്ചാൽ ഒരു സ്പെഷ്യൽ അസറ്റ് ഇതിനു വേണ്ടി ക്രിയേറ്റ് ചെയ്തിട്ടില്ല സെക്യൂരിറ്റി ആയിട്ട്. എല്ലാ അസറ്റിന്മേലും ഡിബെഞ്ചറിന് ഒരു സെക്യൂരിറ്റി ഉണ്ട് അല്ലെങ്കിൽ ഒരു റൈറ്റ്സ് ഉണ്ട്. അപ്പോൾ ഏത് അസറ്റ് വിറ്റിട്ടാണെങ്കിലും ഡിബെഞ്ചറിന് പേയ്മെന്റ് കിട്ടണം. ഫിക്സഡ് ചാർജ് ആണെങ്കിൽ അതിന്റെ അർത്ഥം അല്ലെങ്കിൽ ഫിക്സഡ് സെക്യൂരിറ്റി ആണെങ്കിൽ ഡിബെഞ്ചറിന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിംഗിൾ അസറ്റിന്റെ കാര്യം പറയും. ഇവിടെ എല്ലാ അസറ്റിന്മേലും ഡിബെഞ്ചറിന് റൈറ്റ്സ് ഉണ്ടെന്നാണ് ഫ്ലോട്ടിംഗ് ചാർജിന്റെ അർത്ഥം. So the company was unable to meet the payments and therefore the debenture holders appointed a receiver for the debenture holders. He brought the land and buildings to auction and realized 1,60,000. He also took charge of sundry assets of value 2,36,000 and realized 2 lakh. The bank overdraft was secured by personal guarantee of the directors of the company, and on the bank raising a demand, the directors paid off the due from their personal resources.
Cost incurred by the receiver were 1,950 and by the liquidator 3,000. The receiver was not entitled to any remuneration, but the liquidator was to receive 2% fee of the value of assets realized by him. Preference shareholders have not been paid dividend for period after 31st March 2016, and interest for last half year was due to the debenture holders. Rest of the assets were realized at 1,50,000. Prepare the accounts to be submitted by receiver and liquidator. In a receiver prepare ചെയ്യുന്നതും വേറെ ഒന്നുമല്ല receipts and payments തന്നെ. പക്ഷേ അതിന് ഹെഡിങ് receivers, receipts and payments account എന്ന് ആയിരിക്കും. And then we have first അവർ റിയലൈസ് ചെയ്ത അസറ്റ്സ് ഏതൊക്കെയാണ് ഇവർ റിയലൈസ് ചെയ്ത അസറ്റ്സ് എന്ന് നോക്കാം. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഉണ്ട്, പിന്നെ സൺട്രി അസറ്റ്സും പറയുന്നുണ്ട്. സൺട്രി അസറ്റ്സ് ടോട്ടൽ 4,36,000. അതിൽ 2,36,000 മാത്രമാണ് റിസീവർ ചാർജ് ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പോൾ റിസീവേഴ്സിന്റെ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സിൽ അത് മാത്രം വന്ന് അയാൾ ഏതൊക്കെ അസറ്റ് വെച്ചിട്ടുണ്ടോ അതിന്റെ ഇൻഫർമേഷൻ ആണ് വരേണ്ടത്. ഇനി ലാൻഡ് ആൻഡ് ബിൽഡിംഗ് സെക്യൂർഡ് അസറ്റ് ആണ്, ഓൺ മോർഗേജ് ലോണ് അതിന്മേൽ സെക്യൂരിറ്റി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു അസറ്റ്സിന്റെ പ്രസന്റേഷൻ എങ്ങനെയായിരിക്കണം, ലിക്വിഡേറ്റർ സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ട്സ് നമ്മൾ ഈ അസറ്റ് സ്പെസിഫിക്കലി പ്ലെജ്ഡ് അതുപോലെ തന്നെ ആയിരിക്കും നമ്മൾ റിസീവേഴ്സ് പേയ്മെന്റ് അക്കൗണ്ടിലും കാണിക്കാൻ പോകുന്നത്. സോ റിസീവേഴ്സ് പേയ്മെന്റ് അക്കൗണ്ട് നമുക്ക് പ്ലെഡ്ജ് ഒന്നുമില്ലാത്ത സൺട്രി അസറ്റ്സ് റിയലൈസ്ഡ് എത്രയാണെന്ന് കാണിക്കാം. സോ സൺട്രി അസറ്റ്സ് റിയലൈസ്ഡ് 2,36,000 അസറ്റിന്റെ വർത്ത് ആണ് എടുത്തുകൊണ്ട് പോയത്, പക്ഷെ എത്ര അവർക്ക് കിട്ടിയുള്ളൂ? 2 lakhs. So that amount will be shown in the bank account. ഇനി അടുത്തത് അസറ്റ്സ് സ്പെസിഫിക്കലി പ്ലെജ്ഡ്, അല്ലെങ്കിൽ ആ ഒരു ഹെഡിങ് വേണമെങ്കിൽ കൊടുക്കാം. അസറ്റ്സ് സ്പെസിഫിക്കലി പ്ലെജ്ഡ് and I'll write the land and building realized എത്രയാണ്. Land and building realized was 1,60,000. Yeah, so 1,60,000 realized നമ്മൾ ഇന്നർ കോളത്തിലേക്ക് മൈനസ് ഏത് ലോൺ ആയിരുന്നു സെക്യൂരിറ്റി ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്? മോർഗേജ് ലോൺ അല്ലേ. മോർഗേജ് ലോണിനെ കുറിച്ച് വേറെ എന്തെങ്കിലും അഡീഷണൽ ഇൻഫർമേഷൻ പറയുന്നുണ്ടായിരുന്നു? No. So mortgage loan was secured against, and mortgage loan was how much? 70,000, which means 1,60,000 ൽ നിന്ന് 70,000 ഉപയോഗിച്ച് ബാക്കി 90,000 സർപ്ലസ് ആണ്. ആ സർപ്ലസേക്ക് എങ്ങോട്ടേക്ക് പോകും? To the outer column, and that is to the extent of 90,000. Now if this land and building was not taken over or charge takeover was not done by receiver, ഇത് എങ്ങോട്ടേക്ക് പോയേനെ? ലിക്വിഡേറ്റർ സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ടിലേക്ക് പോയി. രണ്ടും ഒരേപോലെ പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. ഒന്ന് റിസീവർ എന്ന് പറയുന്ന ഡിബെഞ്ചർ ഹോൾഡേഴ്സ് അവരുടെ പൈസ കിട്ടാൻ ഒരാളെ അപ്പോയിന്റ് ചെയ്യുന്നതും, ലിക്വിഡേറ്റർ എന്ന് പറഞ്ഞ ഫുൾ ലിക്വിഡേഷൻ പ്രോസസ്സ് ക്യാരി ഔട്ട് ചെയ്യാനുള്ള ഒരു ഒഫീഷ്യൽ എന്നുള്ള രീതിയിൽ മാത്രം ട്രീറ്റ് ചെയ്താൽ മതി. പ്രസന്റേഷൻ ഒക്കെ സെയിം തന്നെ. ഇനി റിസീവറിന്റെ കുറച്ച് എക്സ്പെൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. അയാൾക്ക് റെമ്യൂണറേഷൻ ഒന്നുമില്ല, പക്ഷെ റിസീവേഴ്സ് എക്സ്പെൻസ് ഓഫ് കോസ്റ്റ് വാസ് 1,950. സോ ലെറ്റ് us record that. Receivers expenses അതാണ് പേയ്മെന്റ് പോകുന്നത് 1,950. ദെൻ എന്തൊക്കെയാണ് നമ്മൾ പേ ചെയ്യാനുണ്ടായിരുന്നത്? ഇവിടെ റിസീവർ പേ ചെയ്താലും ഡിബെഞ്ചർ ഹോൾഡേഴ്സിന് പേയ്മെന്റിന് വേണ്ടിയാണ് റിസീവറിനെ നമ്മൾ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത് അല്ലേ. പക്ഷെ ഇതെല്ലാം നടക്കുന്നത് ആസ് പാർട്ട് ഓഫ് ലിക്വിഡേഷൻ ആണ്. സോ ആസ് പാർട്ട് ഓഫ് ലിക്വിഡേഷനിൽ ഡിബെഞ്ചർ ഹോൾഡേഴ്സിന് വേണ്ടി റിസീവർ വർക്ക് ചെയ്താലും അയാൾ ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യണം. അതായത് ബാക്കി അസറ്റുകളും ലയബിലിറ്റി എല്ലാം പേ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള മിച്ചം എമൗണ്ട് ഏത് ഓർഡറിലാണ് ഡിബെഞ്ചർ ഹോൾഡേഴ്സിന് വരുന്നത് അപ്പോൾ മാത്രമാണ് ആ പേയ്മെന്റ് നമ്മൾ നടത്താൻ പാടുള്ളൂ. അപ്പോൾ ഡിബെഞ്ചർ ഹോൾഡേഴ്സിന് പേയ്മെന്റ് കൊടുക്കുന്നതിന് മുൻപ് ശരിക്കും വേറെ എന്തെങ്കിലും പേയ്മെന്റ് വരാനുണ്ട്. ഓവർ റൈഡിങ് പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ്, ഓവർ റൈഡിങ് പ്രിഫറൻഷ്യൽ പേയ്മെന്റ് ഈ 25,000 അല്ലേ. അപ്പോൾ ഈ ഒരു 25,000 പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സിന്റെ ഭാഗമാണ്. പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് നമ്മൾ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് എഴുതുമ്പോൾ ഡിബെഞ്ചർ ഹോൾഡേഴ്സിന് ശേഷമാണ് എഴുതുന്നതെങ്കിലും പേയ്മെന്റ് നടത്തേണ്ടത് ആർക്കാണ്? ആദ്യം പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് ആണ് അല്ലേ. സോ പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സിലാണ് ഇൻകം ടാക്സ് ആയിട്ട് ഗവൺമെന്റിന് അടയ്ക്കേണ്ട ടാക്സിന്റെ കാര്യങ്ങൾ വരുന്നത്. അതായത് 2013, I believe this will be 2018. ആ ഒരു ഡേറ്റിന്റെ എറർ ഉണ്ട്, നിങ്ങളതൊന്ന് കറക്റ്റ് ചെയ്ത് കേട്ടോ. 2018 ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. 2018.
സോ കൺക്ലൂഡഡ് ഇൻ 2008, അതായത് 12 മാസങ്ങൾക്ക് ഉള്ളിലുള്ള ഒരു ഔട്ട്സ്റ്റാൻഡിങ്. അപ്പോൾ അത് പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സിന്റെ ലിസ്റ്റിൽ വരുന്ന ഒന്നാണ്. സോ ദെയർഫോർ ഈവൻ ദോ പേയ്മെന്റ് ആക്ച്വലി കാണിക്കുന്നത് ഡിബെഞ്ചർ കഴിഞ്ഞിട്ടാണെങ്കിലും ഡിബെഞ്ചറിന് പേയ്മെന്റ് കൊടുക്കുമ്പോൾ പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് പേ ചെയ്ത് കഴിഞ്ഞിട്ടാവണം ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു മിസ്മാച്ച് അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ് വരുന്നത് കാരണം ഈ പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് പേയ്മെന്റ് കാണിച്ചതിന് ശേഷം വേണം നമ്മൾ ഡിബെഞ്ചർ ഹോൾഡേഴ്സിന് പേയ്മെന്റ് കാണിക്കാൻ. അപ്പോൾ ഈ പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് എവിടെ കാണിക്കേണ്ടി വരും? ബിക്കോസ് ഡിബെഞ്ചർ ഹോൾഡേഴ്സ് ആർ ഗോയിങ് ടു ബി പെയ്ഡ് ഔട്ട് ഓഫ് റിസീവേഴ്സ് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്. അപ്പോൾ ഈ പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് ആയ ഇൻകം ടാക്സ് പേയബിളും നമ്മൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ തന്നെ കാണിക്കണം. അപ്പോൾ ആ ലോജിക്കിന്റെ ഒരു കോൺഫ്ലിക്റ്റ് ആണ് നമ്മൾ ഇവിടെ പറയുന്നത്, അല്ലാതെ പുതിയതായിട്ടൊന്നുമല്ല കേട്ടോ. സോ 25,000 പേ ചെയ്ത് കഴിഞ്ഞിട്ട് വേണം ഇവർക്ക് എന്നുള്ളതാണ് നമ്മൾ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത് നമ്മൾ എന്ത് ചെയ്യും? ഡിബെഞ്ചർ ഹോൾഡേഴ്സിന് പൈസ കൊടുക്കണം. ഡിബെഞ്ചർ ഹോൾഡേഴ്സിന് 1,50,000 ആണ് കൊടുക്കേണ്ടത്. സോ ഡിബെഞ്ചർ ഹോൾഡേഴ്സ് 13% ഡിബെഞ്ചർ 1,50,000 കൊടുക്കണം. പ്ലസ് അവർക്ക് നമ്മൾ ഇൻട്രസ്റ്റും കൂടെ കൊടുക്കണം എന്നാണ് പറഞ്ഞത്. ആൻഡ് ഇൻട്രസ്റ്റ് വാസ് ഫോർ ഹൗ മെനി മന്ത്സ്? ഇൻട്രസ്റ്റ് ഫോർ ഹാഫ് ഇയർലി കൊടുക്കാനുണ്ടെന്നാണ് പറഞ്ഞത്. സോ 13% വെച്ചിട്ട് ഇൻട്രസ്റ്റും കൂടെ കൊടുക്കണം. 1,50,000 into 13% into 6/12. So therefore is 9,750. So we can say 1,59,750. അപ്പോൾ ഡിബെഞ്ചർ ഹോൾഡേഴ്സിന് പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ റിസീവറിന്റെ ഉത്തരവാദിത്വം തീർന്നു. അപ്പോൾ ഇനി അയാൾ എന്ത് ചെയ്യും? അയാളുടെ സ്റ്റേറ്റ്മെന്റ് ക്ലോസ് ചെയ്തിട്ട് എന്തെങ്കിലും മിച്ചം ഉണ്ടെങ്കിൽ അത് ആർക്ക് പാസ് ഓൺ ചെയ്യും? ലിക്വിഡേറ്ററിന് കൊടുക്കും. അപ്പോൾ അതൊന്ന് നമുക്ക് നോക്കാം. സോ 2 lakh plus 90,000 minus. അപ്പോൾ ഒരു സർപ്ലസ് ഉണ്ട് 1,03,300. That will be transferred to liquidators statement of accounts. So surplus transfer to liquidators statement of accounts. So with this we complete receivers payment, receipts and payments account. ഇനി ഇതേപോലെ ലിക്വിഡേറ്റേഴ്സ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ട്സ് നമ്മൾ ഓപ്പൺ ചെയ്യണം. ഓപ്പൺ ചെയ്യുമ്പോൾ അസറ്റ്സ് റിയലൈസ് ചെയ്തത് നമ്മൾ എഴുതുന്ന കൂട്ടത്തിൽ ഏതും കൂടെ എഴുതണം. റിസീവറിന്റെ കയ്യിൽ നിന്ന് വന്ന് സർപ്ലസ് എഴുതണം 1,03,300. അതിനോടൊപ്പം ലാൻഡ് ആൻഡ് ബിൽഡിംഗ് കഴിഞ്ഞു. സൺട്രി അസറ്റ്സ് ഫുൾ 4,36,000 ഉണ്ടെങ്കിലും റിസീവർ ഏറ്റെടുത്തത് 2,36,000 ഉള്ളു അല്ലേ. അപ്പോൾ ബാക്കി 2 lakhനെ കുറിച്ച് നമ്മൾ റെക്കോർഡ് ചെയ്യും. So therefore 2 lakh എമൗണ്ടിൽ നിന്ന് ഈ ഒരു പേയ്മെന്റ് നമുക്ക് ലിക്വിഡേറ്റർ സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ട്സും പെട്ടെന്ന് ലിക്വിഡേറ്റേഴ്സ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ട്സ്. Surplus from receiver 1,03,300. Then we have assets realized. Assets realized ബാക്കി 2 lakh വിറ്റതിൽ എത്രയാണ് റിയലൈസ് ചെയ്തത്? Rest of the assets were realized at 1,50,000. അതായത് ബാക്കി ലാൻഡ് ആൻഡ് ബിൽഡിംഗ് റിയലൈസ് ചെയ്തത് assets realized. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് റിയലൈസ് ചെയ്തത് ബാക്കി 2 lakhന്റെ സാധനം 1,50,000 റിയലൈസ് ചെയ്തു. ഇനി നമ്മൾക്ക് ലയബിലിറ്റീസ് പേയ്മെന്റ് ഓരോന്നായിട്ട് എഴുതാം. ലിക്വിഡേറ്റേഴ്സ് റെമ്യൂണറേഷൻ ആണ് ആദ്യം എഴുതുന്നത്. ലിക്വിഡേറ്റേഴ്സ് റെമ്യൂണറേഷൻ എത്രയാണ്? 2% ഓൺ ദ വാല്യൂ ഓഫ് അസറ്റ്സ് റിയലൈസ്ഡ് ബൈ ഹിം. സോ ലിക്വിഡേറ്റേഴ്സ് റെമ്യൂണറേഷൻ അയാൾക്ക് എത്ര കിട്ടണം? അയാൾ വിറ്റത് 1,50,000 സാധനമാണ്. 1,50,000ന്റെ എമൗണ്ട് ആണ് അയാൾ റിയലൈസ് ചെയ്തത്. സോ അതിന്മേൽ 2% എന്ന് പറയുമ്പോൾ 3,000 rupees. So liquidators remuneration എഴുതി. ഇതേപോലെ ലിക്വിഡേഷൻ എക്സ്പെൻസസിനെ കുറിച്ച് പറയുന്നുണ്ട്. സോ ലിക്വിഡേഷൻ എക്സ്പെൻസസും നമ്മളിനി അടുത്തത് പേ ചെയ്യണം. സോ ഹൗ മച്ച് വിൽ ബി പേ? ലിക്വിഡേഷൻ എക്സ്പെൻസസ് how much was given?
3,000 expenses incurred by liquidator was again 3,000. So അതും എഴുതി കാണും. ഇനി ഡിബെഞ്ചർ ഹോൾഡേഴ്സ് പേ ചെയ്തു, പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് നമ്മൾ പേ ചെയ്തു. അപ്പോൾ ഇനി നമ്മൾക്ക് പേ ചെയ്യാൻ ഏതൊക്കെയാണുള്ളത്? ലോണും കളഞ്ഞു അല്ലേ. ഇനി നമ്മൾക്കുള്ളത് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റും ട്രേഡ് ക്രെഡിറ്റേഴ്സും ആണ് ലൈബിലിറ്റി ആയിട്ടുള്ളത്. സോ അത് നമ്മൾക്ക് പേ ഓഫ് ചെയ്യും 30 and 38,000. So ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് bank overdraft 30,000 and trade creditors 38,000. ഇനി അടുത്തത് നമ്മൾ ഈ എല്ലാ ലൈബിലിറ്റിയും പേ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് പേ ചെയ്യാനുള്ളത് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനെയും ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനെയാണ്. സോ അതിൽ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ആണ് ആദ്യം നമ്മൾ പേ ചെയ്യാൻ പോകുന്നത്. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്, and my system is stuck, so I'll just read from the study material അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഹാൻഡ് ഔട്ടിൽ നിന്ന്. അവിടെ ക്യാപിറ്റൽ എത്രയാണ്? ക്യാപിറ്റൽ പോർഷൻ വാസ് 1,50,000. അതിൻ്റെ കൂടെ ഡിവിഡൻറ്റും കൊടുക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട് അല്ലേ. ആൻഡ് ഡിവിഡൻറ്റിനെ കുറിച്ച് എന്താണ് പറയുന്നത്? Dividend, what was given? That preference shareholders have not been paid dividend for the period after 31st March 2016. So 10% preference 2018 കാര്യമാണ് ഇവിടെ തന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ 1,50,000 വെച്ച് 2 കൊല്ലങ്ങളായിട്ട് ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. 2016 കഴിഞ്ഞിട്ട് കൊടുത്തിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ 2 കൊല്ലങ്ങൾ കഴിഞ്ഞു. ഇപ്പോൾ 1,50,000ന്റെ 10% വീതം എത്ര തവണ കൊടുക്കണം? 2 times നമ്മൾ പേയ്മെന്റ് കൊടുക്കണം. So therefore dividend will be 1,50,000 into 10% into 2 years. So that is going to be 30,000. So therefore 1,80,000. Yeah. And then you have finally equity shareholders in a payment ആണ് ഏറ്റവും ലാസ്റ്റ് എഴുതാനുള്ളത്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് എത്രയുണ്ട് നമ്മൾക്ക് കൊടുക്കാൻ നോക്കാം. 1,03,300 സർപ്ലസ് പ്ലസ് 1,50,000 minus 3,000 expenses minus 3,000 remuneration. Then we paid debt, creditors and bank overdraft. And then finally 1,80,000 അല്ലേ. അപ്പോൾ നമുക്ക് ശരിക്കും ഇപ്പോൾ ഷോർട്ട് ഫോൾ ആണ് വരുന്നത് 700 ഷോർട്ട് ഫോൾ, which means you will have to collect ഷോർട്ട് ഫോൾ. അതായത് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനും കൊടുക്കാൻ പറ്റിയില്ല എന്നുള്ള സ്റ്റേജ് വരികയാണെങ്കിൽ വാട്ട് വി വിൽ ഹാവ് ടു ഡു, ഇവിടെ എന്തെങ്കിലും ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഫുള്ളി പെയ്ഡ് അപ്പ് അല്ലാത്തതുണ്ടോ നോക്കാം. ക്വസ്റ്റ്യനിൽ നോക്കിയാൽ അറിയാം. യു ഹാവ് ആക്ച്വലി പാർട്ട്ലി പെയ്ഡ് അപ്പ്. 10 രൂപയുടേത് ഫുള്ളി പെയ്ഡ് അപ്പ് ആയിട്ടുള്ളതും ഉണ്ട്, പാർട്ട്ലി പെയ്ഡ് അപ്പ് ആയിട്ടുള്ളതും ഉണ്ട് അല്ലേ. So we found out that in question number 3 നമ്മൾ എല്ലാ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനും വരെയുള്ള പേയ്മെൻറ്റ് ഇൻക്ലൂഡിങ് അരിയേഴ്സ് ഡിവിഡൻഡ് എഴുതി കഴിയുമ്പോൾ നമ്മൾക്ക് ശരിക്കും 700 രൂപ ഒരു ഷോർട്ട് ഫോൾ ആയിട്ടാണ് വരുന്നത്. അതായത് നമ്മൾ കയ്യിലില്ലാത്ത പൈസയും കൂടെ എക്സ്ട്രാ എടുത്ത് കൊടുത്തു. അപ്പോൾ ആർക്കായിരിക്കും നമ്മൾ എക്സ്ട്രാ പൈസ എടുത്ത് ചിലവാക്കിയത്? പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന്. അതൊരിക്കലും നമ്മൾ ലിക്വിഡേറ്റർ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ടിൽ അങ്ങനെ കാണിക്കില്ല. നമ്മൾ കാണിക്കാൻ പോകുന്നത് പേയ്മെൻറ്റ് കുറവാണ് കൊടുത്തതെങ്കിൽ ആ കൊടുത്ത എമൗണ്ട് കാണിക്കും. പക്ഷെ വി നെവർ ഷോ it as a negative figure in this statement. നമ്മൾ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ ലോസ് ഉണ്ടെന്ന് കാണിക്കുന്നത്. അതായത് 10 രൂപ കൊടുക്കേണ്ട സ്ഥാനത്ത് 3 രൂപയെ കൊടുത്തുള്ളൂ. That we will show, but we wouldn't show about the 7 rupees that was loss. അത് നമ്മൾ ജസ്റ്റ് ഒരു വർക്കിംഗ് നോട്ട് പോലെ ഇക്വിറ്റി ഷെയർസിന്റെ ആ കമ്പ്യൂട്ടേഷൻ മാത്രം ഭാഗമായിട്ട് കാണിക്കുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ 700 രൂപ ഇങ്ങനെ നെഗറ്റീവായിട്ട് നമ്മൾക്ക് കാണിക്കാൻ പറ്റുമോ? ഇല്ല. So therefore we will go back to the question given to us. Check whether there are any shares which are
പാർട്ട്ലി പെയ്ഡ് അപ്പ്, പാർട്ട്ലി കോൾഡ് അപ്പ്, അങ്ങനെ ഒരു ഷെയർ ടൈപ്പ് ഉണ്ട് അല്ലെ. 5000 ഷെയർസ് 10 രൂപയുടെ ആയിരുന്നു, 8 പെർ ഷെയർ പെയ്ഡ് അപ്പ് ആണ്. അതായത് ഇനിയും 2 രൂപ വാങ്ങിക്കാൻ നമ്മൾക്ക് പറ്റും. മറ്റേ ഇക്വിറ്റി ഷെയർ ഓൾറെഡി ഫുള്ളി പെയ്ഡ് അപ്പ് ആണ്. സോ അതിലൊരിക്കലും നമ്മൾക്ക് വീണ്ടും അഡീഷണലി വാങ്ങിക്കാൻ പറ്റില്ല. ഇനി കോൺട്രിബ്യൂട്ടറീസ് എന്ന് പറയുന്ന ഷെയർ ഹോൾഡേഴ്സിന്റെ കയ്യിൽ നിന്ന് വൈൻഡിങ് അപ്പിന്റെ സമയത്ത് നമ്മൾക്ക് കോൾ ചെയ്യാം, only to that extent which was unpaid by them. അല്ല നമ്മൾക്ക് തോന്നുന്ന പോലെ എമൗണ്ട് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കാം എന്നല്ല, അൺപെയ്ഡ് ആയിട്ടുള്ള എമൗണ്ട് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കാം. അപ്പോൾ ഇവിടെ അൺപെയ്ഡ് ഉണ്ട്, അതുകൊണ്ട് നമ്മൾ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കാൻ പോകുന്നു എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ബട്ട് വൈ ഡിഡ്ന്റ് വി ട്രൈ ഔട്ട് ദ സെയിം മാനർ അല്ലെങ്കിൽ ട്രൈ ഔട്ട് ഇൻ സിമിലർ വേ ഇൻ പ്രീവിയസ് ക്വസ്റ്റ്യൻസ്? ക്വസ്റ്റ്യൻ നമ്പർ 4ലും പാർട്ട്ലി പെയ്ഡ് അപ്പ് ഉണ്ടായിരുന്നു, ആൻഡ് ക്വസ്റ്റ്യൻ നമ്പർ 5ലും പാർട്ട്ലി പെയ്ഡ് അപ്പ് ആണ്. എന്തുകൊണ്ട് അവിടെയൊന്നും നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചില്ല? ദാറ്റ് വാസ് ബിക്കോസ് ഈവൻ ഇഫ് ദർ വെർ പാർട്ട്ലി പെയ്ഡ് അപ്പ് ഷെയർസ് ഇൻ ദോസ് ക്വസ്റ്റ്യൻസ്, നമ്മൾക്ക് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്ന ക്യാഷ്, അസറ്റ്സ് റിയലൈസ് ചെയ്ത് എല്ലാ ലയബിലിറ്റീസും പേ ഓഫ് ചെയ്ത് കിട്ടാനുള്ള ക്യാഷ്, എല്ലാ ലയബിലിറ്റിയും സെറ്റിൽ ചെയ്യാൻ നമ്മൾക്ക് അവൈലബിൾ ആയിരുന്നു ടിൽ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്, അല്ലെങ്കിൽ ടിൽ കംപ്ലീഷൻ ഓഫ് പേയ്മെന്റ് ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. ആ ഷോർട്ട് ഫോൾ നമ്മൾ അറിഞ്ഞു തുടങ്ങിയത്, അല്ലെങ്കിൽ ഷോർട്ട് ഫോൾ വന്നു തുടങ്ങിയത് അവസാനം നമ്മൾ പേയ്മെന്റ് കൊടുക്കേണ്ട ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന്റെ സ്റ്റേജ് എത്തിയപ്പോൾ മാത്രമാണ്. അതുകൊണ്ടാണ് നമ്മൾ അവരുടെ കയ്യിൽ നിന്ന് അഡീഷണൽ പൈസ വാങ്ങിക്കാൻ തരുന്നത്. ലോജിക്കലി ഒന്ന് ആലോചിച്ച് നോക്കിയാൽ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് വരെയുള്ള ഫുൾ എമൗണ്ട് കൊടുക്കാൻ നമ്മളുടെ കയ്യിൽ ക്യാഷ് ഉണ്ട്, ഈ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന്റെ പാർട്ട്ലി പെയ്ഡ് അപ്പിന്റെ ബാക്കി എമൗണ്ട് കിട്ടാതെ തന്നെ. അപ്പോൾ ഈവൻ ഇഫ് ഐ ഡിസൈഡ് ടു കോൾ അപ്പ് ദ റിമൈനിങ് amount of equity shares which is still not paid അല്ലെ still not called, ലോജിക്കലി നോക്കുകയാണെങ്കിൽ നമ്മൾ അത് വാങ്ങിച്ചു കഴിഞ്ഞാലും ഈ കോൺട്രിബ്യൂട്ടറീസിനോടോ ഷെയർ ഹോൾഡേഴ്സിനോ തരാൻ പറഞ്ഞാലും അവർ തന്നാലും ആർക്ക് തന്നെയാണ് നമ്മൾ അൾട്ടിമേറ്റ്ലി പേയ്മെന്റ് തിരിച്ചു കൊടുക്കാൻ പോകുന്നത്? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് തന്നെയാണ്. സോ ഇറ്റ് ഡസന്റ് മേക്ക് എനി സെൻസ് ടു കളക്ട് 50 ഫ്രം ദം ആൻഡ് ടു പേ ദം ബാക്ക് 100. ബട്ട് ഇറ്റ് വുഡ് ഹാവ് ബീൻ ഡിഫറെന്റ് if preference ഷെയർ ഹോൾഡേഴ്സ് സ്റ്റേജിൽ അല്ലെങ്കിൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന്റെ തൊട്ട് മുൻപ് വരെ, അതായത് പാർട്ട്ലി പെയ്ഡ് അപ്പ് ആയിട്ട് ഇരിക്കുന്ന ഏത് ഷെയർ ആണോ അതിന്റെ തൊട്ട് മുന്നേ വരെയുള്ള സ്റ്റേജ് വരെയുള്ള പേയ്മെന്റ് നമ്മൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയെങ്കിൽ വി ക്യാൻ തിങ്ക് അബൌട്ട് കോളിംഗ് അപ്പ് ദ അൺപെയ്ഡ് എമൗണ്ട്. ബിക്കോസ് ഇറ്റ് മേക്ക് സെൻസ്. അതിന് തൊട്ട് മുൻപ് വരെയുള്ള ലൈബിലിറ്റി പേ ഓഫ് ചെയ്യാനാണ് നമ്മൾ ഈ ഷെയർ ഹോൾഡേഴ്സിനോട് അവർ തരാനുണ്ടായിരുന്ന ബാക്കി പൈസ ചോദിക്കുന്നതെന്ന് പറയാം. അപ്പൊ ഈ ലോജിക്കുകൾ കൊണ്ടാണ് കോൾ ഫ്രം കോൺട്രിബ്യൂട്ടറീസ് നമ്മൾ എല്ലാ കേസിലും യൂസ് ചെയ്യാത്തത്. ബട്ട് ഇൻ ക്വസ്റ്റ്യൻ നമ്പർ 3 വി ആർ ഇൻ റിക്വയർമെന്റ് ഓഫ് ദാറ്റ് കോൾ ഫ്രം കോൺട്രിബ്യൂട്ടറീസ് ബിക്കോസ് വി ആർ അൺഎബിൾ ടു പേ ദ എൻറ്റയർ എമൗണ്ട് ഡ്യൂ ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. അപ്പോൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ലാസ്റ്റ് പേയ്മെന്റ് കൊടുക്കേണ്ട ആൾക്കാർ ഇനിയും കുറച്ച് കാശ് തരാനുണ്ടെന്ന് നമ്മൾക്ക് മനസ്സിലായി. അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് പൈസ കിട്ടിയാൽ നമ്മൾക്ക് ഫുള്ളി പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് സെറ്റിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഹൗ മച്ച് ആർ വി ഗോയിങ് ടു കോൾ അപ്പ്? അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. നമ്മൾക്ക് എത്രയാണ് ടോട്ടലി നമ്മൾക്ക് കോളപ്പ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം എമൗണ്ട്? 5000 ഇക്വിറ്റി ഷെയർസിന്റെ മാത്രമാണ് 10 രൂപയുടെ 8 രൂപ വരെ പെയ്ഡപ്പ് ആയത്. അതായത് 5000 ഷെയർസിന്റെ വർക്കിംഗ് നോട്ട് ഷെയർസിന്റെ അഡീഷണൽ കോൾഡ് അപ്പ് മണിയോ. So maximum amount that I can collect from shareholders ini that can be collected from shareholders are only to the extent of 2 rupees on those 5000 shares which is still not fully paid up. അത് മാത്രം. അപ്പോൾ 10000 രൂപ വരെ നമ്മൾക്ക് മാക്സിമം അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കാം. ഇനി ഷോർട്ട് ഫോൾ ഉണ്ടായത് എത്രയാണ്? 700 രൂപയ്ക്കുള്ള. അപ്പോൾ ഈ 10000 എന്തായാലും കവർ ചെയ്ത് പോകും. ഇനി 10000 നമ്മൾക്ക് കിട്ടുന്നില്ല, ഈ ഷോർട്ട് ഫോൾ 700, നമ്മൾക്ക് മാക്സിമം വാങ്ങിക്കാൻ പറ്റുന്ന 500 ആണെങ്കിൽ റിമൈനിങ് 200 പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ലോസ് ആയിട്ട് സഹിച്ചേ പറ്റുകയുള്ളൂ. ദാറ്റ് ഈസ് എൻ ഓൾ ടുഗെദർ ഡിഫറെന്റ് വേ ഓഫ് വർക്കിംഗ് ഔട്ട്. അവിടെ നമ്മൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന്റെ ലോസ് കാണിക്കുന്ന പോലെ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന്റെ ലോസ് കാണിക്കും. പക്ഷെ ഇവിടെ അങ്ങനെ കാണിക്കേണ്ട കാര്യമില്ല, കാരണം ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനെ നമ്മൾക്ക് വാങ്ങിക്കാൻ പറ്റുന്ന മാക്സിമം എമൗണ്ട് നമ്മളുടെ ഷോർട്ട് ഫോളിനേക്കാളും കൂടുതലാണ്. അപ്പോൾ എന്തായാലും അത് കവറായി പൊക്കോളും.
10,000 രൂപ മാക്സിമം വാങ്ങിക്കാം. അപ്പോൾ ഷെയർസ് ഇങ്ങനെ അൺകോൾഡ് അൺപെയ്ഡ് ആയിട്ടുള്ളതിന് രണ്ട് രീതിയിൽ അപ്രോച്ച് നമ്മൾക്ക് നടത്താം. ഒന്നെങ്കിൽ ഈ ഫുൾ എമൗണ്ടും വാങ്ങിക്കാൻ പറ്റുന്നത് ഫുള്ളി വാങ്ങിച്ചിട്ട് എക്സസ് ഉള്ളത് മുഴുവൻ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് തന്നെ തിരിച്ചു കൊടുക്കുക. അതായത് 10,000 രൂപ നമ്മൾ മുഴുവൻ വാങ്ങിക്കാൻ പറ്റും, അത് മുഴുവൻ കോളപ്പ് ചെയ്യുക. അപ്പോൾ കോളപ്പ് ചെയ്ത് കഴിയുമ്പോൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനും പൈസ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ബാക്കി എത്രയുണ്ട്? 10,000. അപ്പോൾ നമ്മൾ അസറ്റ്സ് റിയലൈസ്ഡിന്റെ താഴെ കോൾ ഫ്രം കോൺട്രിബ്യൂട്ടറീസ് എന്ന് പറഞ്ഞ് എഴുതും അല്ലേ? കോൾ ഫ്രം കോൺട്രിബ്യൂട്ടറീസ്. And we can write full 10,000. That is one way of approach. ഇപ്പോൾ ബാക്കി എത്ര കാണും? ഈ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനും ആ പേയ്മെന്റ് എല്ലാം സെറ്റ് ആയി കഴിയുമ്പോൾ 10,000 ആ ഷോർട്ട് ഫോൾ 700 പോയാൽ ബാക്കി 9,300 കാണും അല്ലേ? ആ 9,300 ആർക്ക് നമ്മൾക്ക് കൊടുക്കാൻ പറ്റും? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് സാധാരണ ട്രീറ്റ്മെന്റ് ലോസ് ഒക്കെ കമ്പ്യൂട്ട് ചെയ്യുന്ന അതേപോലെ തന്നെ നമ്മൾക്ക് എല്ലാ ഷെയർ ഹോൾഡേഴ്സിനും കൊടുക്കാൻ പറ്റും, തുല്യമായിട്ട് കൊടുക്കാൻ പറ്റും. In another way of approaches, ഈ 2 rupees അഡീഷണലി ഈ 5,000 ഷെയർ ഹോൾഡേഴ്സിന്റെ കയ്യിൽ ഞാൻ വാങ്ങിച്ചാലും അവർക്ക് തന്നെയാണ് ഈ 700 രൂപ ഷോർട്ട് ഫോൾ കഴിഞ്ഞാൽ കുറേശ്ശെ എങ്കിലും എമൗണ്ട് കിട്ടാൻ പോകുന്നത് അല്ലേ? അപ്പോൾ അഗൈൻ നമ്മൾ തൊട്ട് മുൻപ് പറഞ്ഞ ക്വസ്റ്റ്യൻസിലെ ലോജിക്ക് വരും. 50 രൂപ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് 100 രൂപ അവർക്ക് തന്നെ തിരിച്ചു കൊടുക്കുന്നത് പോലെ ആകും. So therefore, the second approach will be not to collect the entire amount that is possible from contributories, but only to that extent which will ensure that loss അല്ലെങ്കിൽ refund amount equity shareholders ന് കിട്ടുന്നത് എല്ലാവർക്കും ഈക്വൽ ആയിട്ട് പ്രൊപ്പോർഷനേറ്റ് ആണ് എന്ന് തോന്നുന്ന ആ ഒരു ലെവൽ വരെ നമ്മൾ വാങ്ങിക്കുകയുള്ളൂ. അതെങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുന്നതെന്ന് നമ്മൾക്കൊന്ന് നോക്കാം. So therefore, this is the maximum amount that can be കളക്ടഡ് അല്ലേ? ഇതിനെ നമ്മൾ രണ്ടാമത്തെ അപ്രോച്ചിലാണ് നോഷണൽ കോൾ എന്ന് വിളിക്കുന്നത്. ഇത് മാക്സിമം വിളിക്കാൻ പറ്റുന്ന എമൗണ്ട് 10,000 rupees. Now how much will be the balance after settling the notional call? Balance ഷോർട്ട് ഫോൾ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് ഈ നോഷണൽ കോൾ വിളിച്ചു കഴിഞ്ഞാലുള്ള ബാലൻസ് എത്രയാണ്? ബാലൻസ് ആഫ്റ്റർ നോഷണൽ കോൾ after adjusting shortfall എന്ന് ഉദ്ദേശിക്കുന്നത് 700നെ കുറിച്ചാണ്. after adjusting shortfall of 700 എത്രയായിരിക്കും? 10,000 നിന്ന് ആ 700 ഷോർട്ട് ഫോൾ അഡ്ജസ്റ്റ് ആയാൽ ബാക്കി എത്ര കാണും? 9,300. This 9,300 we can say that ഈ 9,300 ആണ് നമ്മൾ എല്ലാ ഷെയർ ഹോൾഡേഴ്സിനും തിരികെ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ 10,000 രൂപ ഇവരുടെ കയ്യിൽ നിന്നൊക്കെ വാങ്ങിക്കുകയാണെന്ന് ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ എവറി ഷെയർസ് ബിക്കം അല്ലെങ്കിൽ എവറി ഇക്വിറ്റി ഷെയർസ് ഹാവ് ബിക്കം ഫുള്ളി പെയ്ഡ് അപ്പ് അല്ലേ? അപ്പോൾ ഫുള്ളി പെയ്ഡ് അപ്പ് ആണെങ്കിൽ ഇതിന്മേലുള്ള എമൗണ്ട് എത്രയാണ് നമ്മൾക്ക് കൊടുക്കാൻ പറ്റുന്നത്? 9,300 ആണ് തിരിച്ചു കൊടുക്കാൻ പറ്റുന്ന നമ്പർ ഓഫ് ഷെയർസ് which are now fully called up till 10 rupees എന്ന് പറയുന്നത് എത്രയായിരിക്കും? സോ റീഫണ്ട് possible for fully paid up 10 rupees shares is going to be എത്രയായിരിക്കും? 9,300 എത്ര ഷെയർസിനാണ്? ഓൾറെഡി ഫുള്ളി പെയ്ഡ് അപ്പ് ആയിട്ടുള്ള 10,000 ഷെയർസ് നമ്മളുടെ കയ്യിലുണ്ട്. അതിൻ്റെ കൂടെ 2 രൂപ നോഷണൽ കോളും കൂടെ വന്നു കഴിയുമ്പോൾ 5,000 ഷെയറും കൂടെ ഫുള്ളി പെയ്ഡ് അപ്പ്. അതായത് എൻ്റെ കയ്യിലുള്ളത് ഫുള്ളി പെയ്ഡ് അപ്പ് ആയിട്ടുള്ള 10,000 plus 5,000 15,000 ഷെയർസ് ആണ്. സോ ഐ ക്യാൻ സേ ദാറ്റ് 9,300 divided by 15,000 0.62, അതായത് ഒരു ഷെയറിന്മേൽ 0.62 വരെയാണ് എനിക്ക് റീഫണ്ട് പോസിബിൾ. ഒരു ഷെയറിന്മേൽ 10 രൂപ വിലയുള്ള ഒരു ഷെയറിന്മേൽ എനിക്ക് മാക്സിമം കൊടുക്കാൻ പറ്റുന്ന റീഫണ്ട് 0.62. Yeah, so under this method how are we going to treat or how are we going to work out? So therefore നമ്മൾ പറയുകയാണ് 0.62 ആണ് റീഫണ്ട് ആയിട്ട് കിട്ടുന്നത് അല്ല, റീഫണ്ട് ആയിട്ട് അൾട്ടിമേറ്റ്ലി എല്ലാവർക്കും കിട്ടാൻ പോകുന്നത് 0.62.
ഒറിജിനലി എത്ര രൂപ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുമ്പോഴാണ് ഈ 0.62 നമ്മൾക്ക് റീഫണ്ട് ആയിട്ട് തിരിച്ച് 5000 ഷെയർ ഹോൾഡേഴ്സിനും കൂടെ ചേർത്ത് കിട്ടാൻ പോകുന്നത്? 0.62 rupees അല്ലേ? അതാണ് നമ്മൾ പറഞ്ഞത്, എല്ലാവർക്കും 0.62 വെച്ചിട്ട് കിട്ടും. അപ്പോൾ 2 രൂപ അവർ അഡീഷണലി തരുമ്പോൾ അവർക്ക് 0.62 തിരിച്ച് കിട്ടുകയാണെങ്കിൽ we can say that the actual amount therefore required on partly paid up shares എത്രയാണ്? 2 രൂപ തന്നാലും 62 പൈസ നമ്മൾ തിരിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഐഡിയലി സ്പീക്കിംഗ് ശരിക്കും 2 രൂപയിൽ എത്ര മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ? ബാക്കി 1 രൂപ 38 പൈസ അല്ലേ? സോ therefore 1.38 will be the actual amount that is required to ensure that നമ്മൾക്ക് ഈ ഷോർട്ട് ഫോൾ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാവർക്കും ഈ 0.62 തിരിച്ചു കൊടുക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഈ റിക്വയർഡ് ഓൺ പാർട്ട്ലി പെയ്ഡ് അപ്പ് ഷെയർസ് നമ്മൾ ആക്ച്വലി വേണ്ടതിലേക്ക് നമ്മൾ എത്തുകയാണ്. അപ്പോൾ അവർക്ക് 2 രൂപ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് അവർക്ക് തന്നെ 62 പൈസ കൊടുക്കുന്നതിന് പകരം അവരുടെ കയ്യിൽ നമ്മൾ കുറച്ച് എമൗണ്ടേ വാങ്ങിക്കുന്നുള്ളൂ. അപ്പോൾ അവർക്ക് ഈ 62 പൈസ കൊടുക്കുന്നില്ല എന്ന് ഞാൻ അങ്ങോട്ട് വെക്കുകയാണ്. ബിക്കോസ് ദർ ഇസ് നോ ലോജിക് ഇൻ ഡൂയിങ് that. So if I require only 1.38 per share on these partly paid up shares, total amount required as calls on contributories is going to be എത്ര ഷെയർസ് ആണ്? 5000 ഷെയർസ് ആണ് പാർട്ട്ലി പെയ്ഡ് അപ്പ് അല്ലേ? അങ്ങനെ എല്ലാവരുടെയും കയ്യിൽ നിന്ന് 1 രൂപ 38 പൈസ. So therefore I can say that I am going to collect a total amount of 6900. So this is how the second method will be done, and mostly ഈ മെത്തേഡ് ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. 10000 ഫുള്ളി വാങ്ങിച്ചിട്ട് എല്ലാവർക്കും റീഫണ്ട് കൊടുക്കുന്നതും നമ്മൾക്ക് ചെയ്യാം, പക്ഷേ ഐഡിയലി പ്രിഫേർഡ് മെത്തഡോളജി is this much. So we say that amount I'm going to collect is only to the extent of 6900. അപ്പോൾ ഓൾറെഡി ഷോർട്ട് ഫോൾ ഒരു 700 ഉള്ളത് ഇതിൽ നിന്ന് അഡ്ജസ്റ്റ് ആയാൽ ഇനിയും ബാക്കി എത്ര രൂപയുണ്ടെന്ന് നോക്കി, 6200. ആ 6200 എന്താണ്? 62 പൈസ വീതം റീഫണ്ട് പോസിബിൾ ആണ് നമ്മൾ പറഞ്ഞു അല്ലേ? ഇപ്പോൾ ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർസ് എത്ര ഉണ്ടായിരുന്നു? ഓൾറെഡി ക്വസ്റ്റ്യനിലെ ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർസ് 10000. ആ 10000 ഇക്വിറ്റി ഷെയർസിന് 62 പൈസ വീതം നമ്മൾ തിരിച്ചു കൊടുക്കുന്നത് ആണ്. Yeah? So we can write that refund of money or return of money to shareholders of 10,000 number ആണ് 10,000 shares of 10 each at 0.62 rupees. So which means 6200. With that we will tally this statement. Yeah? So this will be the second approach. ഇനി ആദ്യത്തെ അപ്രോച്ച് ഞാൻ പറഞ്ഞു 10000 രൂപ വാങ്ങിച്ചിട്ട് നമ്മൾ റീഫണ്ട് ചെയ്യുമ്പോൾ 2 പേർക്കും 2 ഷെയർ ഹോൾഡേഴ്സിനും കുറേശ്ശെ എമൗണ്ട് കിട്ടും. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ ചെയ്താലും ആൻസർ ടാലി കിട്ടും. പക്ഷേ ഐഡിയൽ വേ ഓഫ് ഡൂയിങ് ഈസ് ഓൺലി ടു കളക്ട് ദാറ്റ് എമൗണ്ട് വിച്ച് ഇസ് സഫിഷ്യൻറ്റ് ടു പേ ഓഫ് ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർസും എല്ലാവർക്കും റീഫണ്ട് ഒരേപോലെ വരുന്ന രീതിയിലുള്ളൊരു കമ്പ്യൂട്ടേഷൻ ചെയ്യുന്നതാണ് മോസ്റ്റ്ലി ഫോളോഡ് അപ്രോച്ച്. സോ അങ്ങനെ കോൾസ് ഫ്രം കോൺട്രിബ്യൂട്ടറീസ് വർക്ക്ഔട്ട് ചെയ്യാൻ നോക്കുക. ഇനി കോൾസ് ഫ്രം കോൺട്രിബ്യൂട്ടറീസ് എപ്പോഴൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് വീണ്ടും പറയുന്നു. only in such cases wherein calls ഷെയർസിൻ്റെ കയ്യിൽ നിന്ന് ഇനിയും കോളപ്പ് ചെയ്യാൻ നമ്മൾക്ക് ക്വസ്റ്റ്യനിൽ ഇൻഫർമേഷൻ ഉണ്ടെന്ന സെൻസ് പാർട്ട്ലി പെയ്ഡപ്പ് ആയിട്ടുള്ള കുറച്ച് ഷെയർസ് എങ്കിലും ക്വസ്റ്റ്യനിലുണ്ട്, അതൊരു ഇൻഡിക്കേഷൻ. മറ്റൊന്ന്, അത് മാത്രം പോരാ, അതിൻ്റെ കൂടെ നമ്മൾക്ക് ഷെയർസ് ഏതിലാണോ പാർട്ട്ലി പെയ്ഡ് അപ്പോൾ അതിന് തൊട്ട് മുന്നേ വരെയുള്ള ലൈബിലിറ്റീസ് പേ ഓഫ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിലും കൂടെയാണ്. ക്വസ്റ്റ്യനിൽ ഒന്നും പറയുന്നില്ല കോളപ്പ് ചെയ്യുന്നതിനെ കുറിച്ചെങ്കിലും we have to manually go ahead and do this call up from contributories. Now only to the extent that is required for us, not for the entire amount. Yeah? So ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യനിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോർഷൻ. അപ്പോൾ ഇതൊന്ന് നല്ലപോലെ മനസ്സിലാക്കുക. And any other question we are going to do will be of similar nature തന്നെ ആയിരിക്കും. അപ്പോൾ മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യുക.
ടൈപ്പ് ഓഫ് ലയബിലിറ്റീസിലുള്ള കുറച്ച് ചേഞ്ച് അല്ലേ, അല്ലെങ്കിൽ റെമ്യൂണറേഷനുള്ള കുറച്ച് കമ്പ്യൂട്ടേഷൻ അല്ലാതെ ബാക്കി എല്ലാം തന്നെ സെയിം ആയിരിക്കും. അപ്പോൾ നമ്മളൊരു 3 ക്വസ്റ്റ്യൻ ചെയ്തു. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഇത് 3 ക്വസ്റ്റ്യൻ ചെയ്തതിൻ്റെ കാരണം കുറച്ചും കൂടെ പ്രോമിനൻറ്റ് അല്ലെങ്കിൽ എക്സാമിന് വരാൻ സാധ്യതയുള്ള ഒരു ഏരിയ ഈ ലിക്വിഡേറ്റേഴ്സ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട്സ് ആണ്. Yeah, so I hope that is clear to you. Now we quickly move on to another concept called B-list contributories. Yeah, B-list contributories. നമ്മൾ theory പറഞ്ഞപ്പോൾ we said that നമ്മൾ 2 സ്റ്റേറ്റ്മെന്റ്സ് ആണ് പഠിക്കാൻ പോകുന്നത് എന്നല്ലേ. ഒന്ന് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സും മറ്റൊന്ന് ലിക്വിഡേറ്റഡ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ട്സും. അത് ലിക്വിഡേറ്റഡ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ട്സ് ആണ് കൂടുതൽ പ്രോമിനൻറ്റും നമ്മൾക്ക് എക്സാമിനും വരാൻ സാധ്യതയുള്ളത്. നമ്മൾ അതിനെക്കുറിച്ച് ആദ്യം പഠിച്ചു. സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് അപ്പോൾ പഠിക്കില്ല എന്നല്ല, വി വിൽ ടേക്ക് അപ്പ് വൺ പ്രോബ്ലം, ബട്ട് ദാറ്റ് മൈറ്റ് നോട്ട് ബി ആസ്ഡ് ടു സച്ച് എക്സ്റ്റെൻസ്. ചോദിക്കില്ല എന്നല്ല, ചോദിച്ച എക്സാംസ് ഉണ്ട്. പക്ഷെ കമ്പാരിറ്റീവ്ലി നോക്കുമ്പോൾ വെയിറ്റേജ് അല്ലെങ്കിൽ വരാനുള്ള സാധ്യത പ്രോബബിലിറ്റി കുറവാണ്. ഈ 2 പോയിന്റ്സ് മാത്രമല്ല നമ്മൾക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. വി ഹാവ് അനദർ കോൺസെപ്റ്റ് കോൾഡ് B-list contributories. Yeah, now what are B-list contributories? വൈൻഡിങ് അപ്പിന്റെ സമയത്തുള്ള കറണ്ട് ഷെയർ ഹോൾഡേഴ്സിനെയാണ് A-list contributories എന്ന് വിളിക്കുന്നത്. വൈൻഡിങ് അപ്പ് ചെയ്യാൻ പോകുന്ന സമയത്ത് ആരൊക്കെ ഷെയർ ഹോൾഡേഴ്സ് ആയിട്ടുണ്ടോ അവരെയാണ് A-list contributories എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആരായിരിക്കും B-list contributories? In that sense, B-list contributories will be those shareholders prior to this current shareholders. അല്ലേ, ഇവർക്ക് തൊട്ട് മുൻപ് ഉണ്ടായിരുന്ന ഷെയർ ഹോൾഡേഴ്സ് ആയിരിക്കും അപ്പോൾ B-list contributors. അപ്പോൾ എന്തിനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത്? Now some situations we will end up, ഇപ്പോൾ നമ്മൾ ചെയ്ത പ്രോബ്ലം പോലെ ഷെയർ ഹോൾഡേഴ്സിന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കേണ്ട, കോളപ്പ് ചെയ്യേണ്ട അവസ്ഥ ചിലപ്പോഴൊക്കെ വന്നെന്നിരിക്കും. അപ്പോൾ ഇമാജിൻ ദ കമ്പനി കോൾസ് ഫോർ റിമൈനിങ് ഷെയർ ഹോൾഡേഴ്സ്. 5000 ഷെയർ ഹോൾഡേഴ്സിന്റെ കയ്യിൽ നിന്ന് 2 രൂപ നമ്മൾ ചോദിച്ചു എന്ന് വെക്കുക. എല്ലാ ഷെയർ ഹോൾഡേഴ്സും തരണമെന്ന് നിർബന്ധമില്ല. കാരണം എന്തായാലും കമ്പനി വൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ്. വൈ ഷുഡ് ഐ പേ എന്ന് ചിന്തിക്കുന്ന ഒരാളെങ്കിലും കണ്ടെന്നിരിക്കാം അല്ലേ. അപ്പോൾ അങ്ങനെ A-list contributories ഇനിയും ശരിക്കും പൈസ തരാനുണ്ടായിരുന്ന ആരെങ്കിലും പൈസ തരാതെ പോയാൽ, അല്ലെങ്കിൽ ഞങ്ങൾ എന്തുകൊണ്ട് കൊടുക്കണം എന്ന് റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ക്യാൻ ദ കമ്പനി ജസ്റ്റ് സെറ്റ് ഐഡൽ? നോ, കമ്പനിക്ക് എന്തായാലും ആ ലയബിലിറ്റി പേ ഓഫ് ചെയ്യണം. മാക്സിമം നമ്മൾക്ക് ചോദിക്കാൻ പറ്റുന്നത് ഈ മെമ്പേഴ്സിന്റെ അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന്റെ കയ്യിൽ നിന്ന് അവർ തരാതിരിക്കുന്ന അൺപെയ്ഡ് എമൗണ്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ കമ്പനി അത് ചോദിക്കുമ്പോൾ ഇവർ തന്നില്ലെങ്കിൽ വാട്ട് വിൽ കമ്പനി ഡു? ഇറ്റ് വിൽ ഗോ ടു ദ പ്രീവിയസ് ഓണർ ഓഫ് ദ സെയിം ഷെയർസ്. Yeah, previous owner of this same shares, and the company will ask for the unpaid shares at the time he was the shareholder. അപ്പോൾ ഇമാജിൻ ഒരു കമ്പനി ABC ലിമിറ്റഡ് വൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ്. ABC ലിമിറ്റഡ് വൈൻഡ് അപ്പ് ചെയ്യാൻ പോകാൻ നേരത്ത് യു ഹാഡ് 3 members X, Y and Z. ഇതിൽ Xും Yഉം Zഉം പൈസ 2 രൂപ വീതം കൊണ്ടുവരണമായിരുന്നു. X alone said he cannot bring. So X said he will not bring cash. Y and Z brought. അപ്പോൾ X കൊണ്ടുവരില്ല എന്ന് പറയുമ്പോൾ ABC ലിമിറ്റഡ് അടുത്ത ഓപ്ഷനായിട്ട് എന്ത് ട്രീറ്റ് ചെയ്യും? Xന് ഈ ഷെയർ ആരാണ് കൊടുത്തതെന്ന് നോക്കുന്നു, ആരാണ് വിറ്റത്, അതായത് ഈ പറയുന്ന ഷെയറിന്റെ പ്രീവിയസ് ഓണർ. സോ ഇമാജിൻ ദാറ്റ് ഇസ് സണ്ണി എന്ന് പറയുന്ന ഒരാളാണെന്ന് വെക്കുക. അപ്പം ഈ സണ്ണിയാണ് ABC ലിമിറ്റഡിനെ സംബന്ധിച്ചിടത്തോളം B-list contributories. ഇനി എപ്പോൾ ഷെയർ കൊടുത്ത ആളാണെങ്കിലും B-list contributory ആയിട്ട് നമ്മൾക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, അവിടെയും ഒരു റെസ്ട്രിക്ഷൻ പറയുന്നുണ്ട്. B-list contributories ആയിട്ട് പ്രീവിയസ് ഷെയർ ഹോൾഡറിനെ കമ്പനി തെരഞ്ഞുപിടിച്ച് പോകും only if the sale or transfer of these shares have happened within 12 months before the winding up day. അതായത് വൈൻഡിങ് അപ്പ് നടക്കുന്നത് 31 മാർച്ച് 2020 ആണെങ്കിൽ ഈ വൈൻഡിങ് അപ്പിന് മുൻപുള്ള 12 മാസത്തിനിടയിൽ ട്രാൻസ്ഫർ നടത്തിയ പ്രീവിയസ് ഓണേഴ്സിനെ മാത്രമാണ് B-list contributoriesന്റെ ലിസ്റ്റിൽ പെടുത്തുക. അല്ലാതെ 10 വർഷങ്ങൾക്ക് മുൻപാണ് എക്സിന് സണ്ണി ഈ ഷെയർ കൊടുത്തതെങ്കിൽ വി ഡോണ്ട് ഗോ ടു സണ്ണി ആൻഡ് സേ ഗോ പ്ലീസ് ഗിവ് ദ
balance amount because the current shareholder is not agreeing to pay. അങ്ങനെയല്ല, we will take up those, or we will consider only those shareholders or previous owners of unpaid shares of which the transfer has happened within 12 months when you compare from the winding up date. വൈൻഡിങ് അപ്പിന് മുൻപുള്ള 12 മാസത്തിനിടയ്ക്ക് ഈ ഷെയർ ട്രാൻസ്ഫർ ആയെങ്കിൽ മാത്രമാണ് അവരെ ബി ലിസ്റ്റ് കോൺട്രിബ്യൂട്ടറീസ് ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ബി ലിസ്റ്റ് കോൺട്രിബ്യൂട്ടറി ആയിട്ട് ട്രീറ്റ് ചെയ്താൽ മാത്രമാണ് എക്സ് തരില്ല എന്ന് പറഞ്ഞ പൈസ നമ്മൾക്ക് ആരോട് പോയി ചോദിക്കാൻ പറ്റുകയുള്ളൂ? സണ്ണിയോട് പോയി ചോദിക്കാൻ പറ്റുള്ളൂ. സോ ഫസ്റ്റ് പോയിന്റ് ഇസ് ടു ചെക്ക് വെദർ ഹി ബിലോങ്സ് ടു ദ ബി ലിസ്റ്റ് കോൺട്രിബ്യൂട്ടറി. അങ്ങനെ ആകണമെങ്കിൽ he has to transfer this unpaid shares within 12 months. വൈൻഡിങ് അപ്പ് ഡേയുടെ ഒരു വർഷത്തിന് മുൻപുള്ള അല്ലെങ്കിൽ ഒരു വർഷം ഗ്യാപ്പിനുള്ളിലായിരിക്കണം ഈ ട്രാൻസ്ഫർ നടന്നിട്ടുണ്ടാകുക. ഇനി എത്ര രൂപ വേണമെങ്കിലും നമ്മൾക്ക് സണ്ണിയോട് ചോദിക്കാമോ? യു ക്യാൻ ആസ്ക് സണ്ണി ഫോർ എനി എമൗണ്ട്. മാക്സിമം ലിമിറ്റ് എത്ര വരെ പക്ഷെ പറ്റുകയുള്ളൂ? അൺപെയ്ഡ് എമൗണ്ട് അല്ലെങ്കിൽ അൺകോൾഡ് എമൗണ്ട് ആയിട്ടുള്ള ക്യാപിറ്റൽ മാത്രമാണ് പറ്റുക. ഇപ്പോൾ 10 രൂപയുടെ ഷെയർ 8 രൂപ വരെ കോളപ്പ് ചെയ്തെങ്കിൽ മാക്സിമം ഐ ക്യാൻ ആസ്ക് സണ്ണി ടു പേ ഓൺലി 2 rupees. ഇനി അതിന് മറ്റൊരു റെസ്ട്രിക്ഷൻ ഉണ്ട്. ഫുൾ 2 rupees ചോദിക്കണമെന്ന് നിർബന്ധമില്ല, അല്ലെങ്കിൽ സണ്ണി തരേണ്ട ആവശ്യമില്ല. സണ്ണി വിൽ സേ ദാറ്റ് ഓക്കെ, ഐ എം എ ബി ലിസ്റ്റ് കോൺട്രിബ്യൂട്ടറി, ഐ എം റെഡി ടു പേ യു അൺകോൾഡ് എമൗണ്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ അൺപെയ്ഡ് ആയിട്ടുള്ള ഷെയർ വാല്യൂ, ഷെയർ ക്യാപിറ്റൽ തരാൻ ഞാൻ റെഡിയാണ്. പക്ഷേ ഐ വിൽ ഓൺലി പേ ടു ദാറ്റ് എക്സ്റ്റെൻറ്റ്. അൾട്ടിമേറ്റ്ലി എന്തിനാണ് നമ്മൾ ഈ ഷെയറിൻ്റെ ക്യാപിറ്റൽ ബാക്കി എക്സസ് ആയിട്ടുള്ള അല്ലെങ്കിൽ അൺകോൾഡ് ആയിട്ടുള്ള എമൗണ്ട് വാങ്ങിക്കുന്നതിൻ്റെ മെയിൻ റീസൺ ടു പേ ഓഫ് ലൈബിലിറ്റീസ് അല്ലേ? അപ്പോൾ സണ്ണി പറയുകയാണ് ഐ എം റെഡി ടു പേ ദ എമൗണ്ട്, ബട്ട് ഐ വിൽ ഓൺലി പേ എമൗണ്ട് ടു ദാറ്റ് എക്സ്റ്റെൻറ്റ് which is sufficient to pay off liabilities which were existing at the time I was shareholder. അതായത് സണ്ണി ഷെയർ ഹോൾഡർ ആയിട്ട് ഇരുന്നപ്പോൾ ഏതൊക്കെ ലൈബിലിറ്റി ഉണ്ടായിരുന്നു, ആ ലൈബിലിറ്റികൾ എന്തെങ്കിലും പേ ഓഫ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ആ എമൗണ്ടിന് വേണ്ടി മാത്രമേ ഞാൻ പൈസ തരികയുള്ളൂ. ആൻഡ് അതും മാക്സിമം എത്ര വരെ തരികയുള്ളൂ? 2 രൂപ വരെ. സോ 2 റെസ്ട്രിക്ഷൻ ആണുള്ളത്. ഒന്ന്, നമ്മൾക്ക് മാക്സിമം അൺകോൾഡ് എമൗണ്ട് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റുകയുള്ളൂ. മറ്റൊരു റെസ്ട്രിക്ഷൻ, അവർ ഷെയർ ഹോൾഡർ ആയിരുന്നപ്പോൾ ആ കമ്പനിയിൽ ഏതൊക്കെ ലൈബിലിറ്റി ഉണ്ടായിരുന്നു, ആ ലൈബിലിറ്റി പേ ഓഫ് ചെയ്യാൻ പറ്റാതിരിക്കുന്ന ലിമിറ്റിന് വേണ്ടി മാത്രമാണ് സണ്ണിയുടെ അടുത്തുനിന്ന് നമ്മൾക്ക് പൈസ ചോദിക്കാൻ പറ്റുന്നത്. അതും ലോജിക്കലി കറക്റ്റ് ആണ്. കാരണം സണ്ണി പറയുന്ന ആ ഒരു പോയിന്റ് ഇതായിരിക്കും, വെൻ ഐ വാസ് ഷെയർ ഹോൾഡർ കമ്പനി ഇൻകർ ചെയ്ത ലൈബിലിറ്റീസ് ഒക്കെ എനിക്കറിയാം. അത് കഴിഞ്ഞ് കമ്പനി ബിസിനസ് റൺ ചെയ്തു മുന്നോട്ട് പോയി കുറേ ലൈബിലിറ്റിയും അസറ്റ്സും ഒക്കെ ഉണ്ടാക്കിയപ്പോഴൊക്കെ എക്സ് ആണ് ഷെയർ ഹോൾഡർ. വൈ ഷുഡ് ഐ ബെയർ ദ ലോസ് ഫോർ ദാറ്റ് ലൈബിലിറ്റീസ്? അപ്പം ഞാൻ ഉണ്ടായിരുന്ന സമയത്ത് ഏതൊക്കെ ലൈബിലിറ്റി ഉണ്ടോ അതിനു വേണ്ടി ഞാൻ മാക്സിമം പൈസ തരാൻ റെഡിയാണ്, അപ് ടു ലിമിറ്റ് ഓഫ് ദ അൺകോൾഡ് ക്യാപിറ്റൽ. സോ അങ്ങനെ ഏതെങ്കിലും ഒരു സമയത്ത് എ ലിസ്റ്റ് കോൺട്രിബ്യൂട്ടറീസ് പിന്മാറി നമ്മൾ അടുത്ത പ്രീവിയസ് അല്ലെങ്കിൽ അതിന് മുൻപുണ്ടായിരുന്ന പ്രീവിയസ് ഓണേഴ്സിലേക്ക് പോയി അവരുടെ കയ്യിൽ നിന്ന് എമൗണ്ട് കമ്പ്യൂട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ കളക്ട് ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് ബി ലിസ്റ്റ് കോൺട്രിബ്യൂട്ടറീസ് എന്ന് പറയുന്ന ആ ഒരു ചെറിയ തിയറിയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫ്രം ദിസ് ചാപ്റ്റർ. സോ ബി ലിസ്റ്റ് കോൺട്രിബ്യൂട്ടറീസിൻ്റെ കയ്യിൽ നിന്ന് എത്രയൊക്കെ എമൗണ്ട് നമ്മൾക്ക് വാങ്ങാം, ഇതാണ് കോൺസെപ്റ്റ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രോബ്ലം വഴി നമ്മൾക്ക് മനസ്സിലാക്കാം ഹൗ മച്ച് ആർ വി ഗോയിങ് ടു കളക്ട് ഫ്രം ദം. ക്വസ്റ്റ്യൻ നമ്പർ 2. Garner Limited has gone into liquidation on 25th June 2017. Certain creditors could not receive payments out of realization of assets and out of contributions from A-list contributories. The following are details of certain transfer which took place in the year ended 31st March 2017. P എത്ര ഷെയർ കൊടുത്തു? ഫോളോയിങ് ആർ ദ ഡീറ്റെയിൽസ് ഓഫ് സർട്ടൻ ട്രാൻസ്ഫർ. അതായത് പി ആണ് ട്രാൻസ്ഫർ ചെയ്തത്. ഡേറ്റ് ഓഫ് സീസിങ് ടു ബി എ മെമ്പർ QRST, അങ്ങനെ 5 പേരുടെ ട്രാൻസ്ഫർ ചെയ്ത ഡേറ്റ് തന്നിട്ടുണ്ട്. അതെന്തിനായിരിക്കും തന്നിരിക്കുന്നത്? ടു ചെക്ക് വെദർ ഈസ് ആക്ച്വലി എ ബി ലിസ്റ്റ് കോൺട്രിബ്യൂട്ടറി. പ്രീവിയസ് ഷെയർ ഹോൾഡർ ആയതുകൊണ്ട് മാത്രം ബി ലിസ്റ്റ് ആവില്ല, പകരം ലിക്വിഡേഷൻ അല്ലെങ്കിൽ വൈൻഡിങ് അപ്പ് ഡേയുടെ ഒരു വർഷത്തിനുള്ളിലായിരിക്കണം ഈ ട്രാൻസ്ഫർ നടന്നിരിക്കുന്നത്. അത് വേണം ചെക്ക് ചെയ്ത് ബി ലിസ്റ്റ് ആണോ അല്ലയോ എന്ന് തീരുമാനിക്കാൻ. ഇനി creditors remaining unpaid and outstanding on the date of transfer, ആ ഇൻഫർമേഷൻ എന്തിനാണ് തന്നിരിക്കുന്നത്?
because I will pay only to that extent of liability which was existing at the time I was a shareholder, not for the entire liabilities that the company has incurred after I have left the company, not for that. So അതിനുള്ള ഇൻഫർമേഷൻസ് ആണ് നമ്മൾക്ക് ഇവിടെ തന്നിരിക്കുന്നത്. Next is all the shares are of 10 each, rupees 8 per share paid. അപ്പോൾ അതായത് 2 രൂപയാണ് ഇനിയും കോൾ അപ്പ് ചെയ്യാനുള്ളത്. Show the amount to be realized from the persons listed above. Ignore remuneration to liquidator and other expenses. അപ്പോൾ ഇവിടെ പറയുന്നത് ഈ ബി ലിസ്റ്റ് കോൺട്രിബ്യൂട്ടറീസിന്റെ കയ്യിൽ നിന്ന് ഈ ലൈബിലിറ്റീസ് ഒക്കെ പേ ഓഫ് ചെയ്യാൻ നമ്മൾക്ക് മാക്സിമം എത്ര രൂപ വാങ്ങിക്കാം എന്നുള്ളത് ഒന്ന് കമ്പ്യൂട്ട് ചെയ്ത് കൊടുക്കാനാണ് പറയുന്നത്. So therefore let us take up this question now. In question number 2, question number 2. First of all, we have to find out who all are B-list contributors from this question. For date of liquidation അല്ലെങ്കിൽ winding up എന്നാണ്. ഇവിടെ liquidation ഉദ്ദേശിക്കുന്ന winding up start ചെയ്യുന്ന ഡേറ്റ് ആയിട്ടാണ്. For date of liquidation or winding up എന്ന് ഞാൻ എഴുതിയാൽ that is on 25th June 2017. Yeah. 25th June 2017. So who all will become part of my B-list contributors? All shareholders who have transferred partly paid up shares within the time frame 25 June 2016 to 25 June 2017. ഈ ഒരു പീരിയഡിനുള്ളിൽ ട്രാൻസ്ഫർ നടത്തിയവരാണ് will become part of my B-list contributors. Now, why are we asking B-list contributors? ഈ 1 ഇയറിൻ്റെ ഗ്യാപ്പ് തന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയായിരിക്കും? ഈ ലാസ്റ്റ് 1 ഇയറിലാണ് ഇവർ ട്രാൻസ്ഫർ നടത്തിയത് അല്ലേ. അപ്പോൾ നമ്മൾ കമ്പനി ഇങ്ങനെ ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നതിൻ്റെ കാരണം ചിലപ്പോൾ കമ്പനിയുടെ ഫൈനാൻഷ്യൽസ് ഒക്കെ ചെക്ക് ചെയ്ത് ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാൾക്ക് ഏകദേശം മനസ്സിലായി കാണും ഈ കമ്പനി നഷ്ടത്തിൽ പോവുകയാണ്, ഉടനെ തന്നെ ഇത് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അന്ന് നമ്മളുടെ അടുത്തുനിന്ന് പൈസ ചോദിക്കാൻ സാധ്യതയുണ്ട് എന്ന് ചില ഷെയർ ഹോൾഡേഴ്സിനെങ്കിലും അനാലിസിസ് ഒക്കെ നടത്തുന്നവർ ഒരു തോന്നലുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു കോളപ്പ് ഒരു വൈൻഡ് അപ്പ് ചെയ്യാൻ പോകുന്ന കമ്പനിക്ക് വേണ്ടി കൊടുക്കാൻ താല്പര്യമില്ലാത്തവരായിരിക്കും ഈ ലാസ്റ്റ് 1 ഇയറിൽ ട്രാൻസ്ഫർ നടത്തുന്നത്. എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല, പക്ഷെ അങ്ങനെ ഒരു ഉദ്ദേശത്തോടു കൂടി ട്രാൻസ്ഫർ ചെയ്യുന്നവരും കാണുമല്ലോ. ടു അവരുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റിയിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ ട്രാൻസ്ഫർ നടത്തുന്നവരും കാണും. സോ അങ്ങനെയുള്ള റെസ്പോൺസിബിലിറ്റിയിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ വേണ്ടി ശ്രമിക്കുന്നവരാണ് ഈ ബി ലിസ്റ്റ് കോൺട്രിബ്യൂട്ടറീസ് എങ്കിൽ അവരുടെ കയ്യിൽ നിന്നും അവരുടെ റെസ്പോൺസിബിലിറ്റിക്കായിട്ടുള്ള എമൗണ്ട് നമ്മൾ കളക്ട് ചെയ്യണം. അതുകൊണ്ടാണ് വൈൻഡ് അപ്പിൻ്റെ സമയത്ത് എ ലിസ്റ്റിലുള്ള കോൺട്രിബ്യൂട്ടറീസ് തരത്തില്ല എന്ന് പറയുമ്പോൾ മാത്രം നമ്മൾ ബി ലിസ്റ്റിലേക്ക് പോകുന്നു. ഇനി എ ലിസ്റ്റ് കോൺട്രിബ്യൂട്ടേഴ്സ് എല്ലാവരും പൈസ തന്നാലോ then we do not bother about this previous shareholder. Only when the current shareholders rejects saying that we will not make the rest of the payment, we will go back to the previous shareholders assuming that they would have transferred this within this last year trying to escape this responsibility. അപ്പോൾ അങ്ങനെ നടക്കാതിരിക്കാൻ നമ്മൾ അവരുടെ അടുത്തു നിന്ന് തന്നെ പൈസ കളക്ട് ചെയ്യുന്നത് ത്രൂ ദിസ് ബി ലിസ്റ്റ് കോൺട്രിബ്യൂട്ടറീസ് കോൺസെപ്റ്റ്. സോ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ 25th June 2016 തൊട്ട് 25th June 2017 ഉള്ളിൽ ട്രാൻസ്ഫർ ചെയ്തവർ മാത്രമാണ് ബി ലിസ്റ്റ് കോൺട്രിബ്യൂട്ടർ. അപ്പോൾ ഡേറ്റ് ഓഫ് ട്രാൻസ്ഫർ എല്ലാവരുടെയും നോക്കി PQRST. ഇതിൽ P മാത്രം ജൂൺ 2016 മുന്നെയാണ് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത്. QRST മാത്രമാണ് അതിന് ശേഷം. Therefore, in this logic, we can say P is therefore not a B-list contributor. He transferred even before this 1 year gap. So, B is therefore not a
B list contributor. ബാക്കി എല്ലാവരും B list contributory ആയിട്ട് നമ്മൾക്ക് treat ചെയ്യാം. And now we have to find out how much amount should be collected from all these B list contributories. So let us open a statement. So let us find out the amount that has to be paid by this B list contributor. That is a statement to prepare. The statement will have few columns. First column, name of shareholders, number of shares. Particulars in the then the shareholders were actually B list contributors. So, here we have question P P B list contributory and finally we have outstanding liability payoff. This question example amount payable to creditors. Heading now we have to find out how much should be the amount paid to be paid towards all these liability by the B list contributors. Number of name of shareholders in Thade. Our hold in the shares ease of work in a way. But starting with the first transfer. So 22/7 ആണ് ഏറ്റവും ആദ്യത്തെ ട്രാൻസ്ഫർ ഓഫ് ബി ലിസ്റ്റ് കോൺട്രിബ്യൂട്ടറീസ് നടക്കുന്നത് അല്ലേ. അപ്പോൾ 22/7/2016 ഈ ട്രാൻസ്ഫർ നടക്കുമ്പോൾ ആരൊക്കെ ഓൾറെഡി നമ്മളുടെ ഷെയർ ഹോൾഡേഴ്സ് ആയിട്ട് അന്നുണ്ടായിരുന്നു. Q അന്ന് ട്രാൻസ്ഫർ ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ ട്രാൻസ്ഫർ ചെയ്യാൻ പോകുമ്പോൾ Q was also a shareholder. അന്നാണ് Q അല്ലാണ്ടാവുന്നത് ഷെയർ ഹോൾഡർ. So Q was a shareholder, R was a shareholder, S and T was a shareholder. So എല്ലാവരും എത്ര എമൗണ്ട് ആൻഡ് ഷെയർ തരണം, ആ ദിവസം ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുണ്ടായിരുന്ന ലയബിലിറ്റി എത്രയായിരുന്നു അതിന് വേണ്ടി ആൻഡ് സ്റ്റിൽ ഇറ്റ് ഈസ് ലൈയിങ് ആസ് അൺപെയ്ഡ് ആയിട്ടുള്ള എമൗണ്ടിന് എല്ലാവരും ഷെയർ തരണം. സോ വി ക്യാൻ സേ ദാറ്റ് we can say the heading as creditors or liability outstanding on the date of ceasing to be member. ഏറ്റവും ceasing to be members. ഏറ്റവും ആദ്യത്തെ ഡേറ്റ് നമ്മൾക്ക് 22/7 ആയിരുന്നു. So 22/7/2016 ആണ് ആദ്യത്തെ ഡേറ്റ്. അന്നുണ്ടായിരുന്ന ടോട്ടൽ ഔട്ട്സ്റ്റാൻഡിംഗ് ലയബിലിറ്റി എത്രയായിരുന്നു? 12,000 rupees അല്ലേ. സോ ഈ 12,000 ആണ് അവസാനത്തെ കോളത്തിൽ നമ്മൾ എഴുതാൻ പോകുന്ന എമൗണ്ട്. ബിക്കോസ് ദാറ്റ് വാസ് എമൗണ്ട് ദാറ്റ് വാസ് payable and still lying unpaid by the company. So 12,000. And this 12,000 should have been contributed by every shareholder who was a shareholder at this date. And in this case, that was everyone. Q, R, S, T, എല്ലാവരും shareholder ആയിരുന്നു. അത് കഴിഞ്ഞത്തെ ഡേറ്റുകളിലാണ് R, S, T ഒക്കെ ട്രാൻസ്ഫർ നടത്തുന്നത് അല്ലേ. അപ്പോൾ 22/7 ഇവരെല്ലാവരും ഷെയർ ഹോൾഡർ ആണെങ്കിൽ ഈ 12,000 ഇവരെല്ലാവരും ഷെയർ കൊണ്ടുവരണം. അപ്പോൾ ഏത് റേഷ്യോയിലായിരിക്കും ഷെയർ ചെയ്യാൻ പോകുന്നത്? We can say 30:24:16:10. അതായത് അവരുടെ ഹോൾഡ് ചെയ്യുന്ന ഷെയർസിന്റെ ബേസിലുള്ള റേഷ്യോയിലായിരിക്കും ഈ 12,000 അവർ സ്പ്ലിറ്റ് ചെയ്ത് കൊണ്ടുവരാൻ പോകുന്നത്. സോ വി ക്യാൻ സേ 12,000 divided by 8. അതായത് Q കൊണ്ടുവരേണ്ടത് 4,500, R കൊണ്ടുവരേണ്ടത് 3,600. ഒന്നുമില്ല, 12,000 നമ്മൾ ഈ ഒരു റേഷ്യോയിൽ സ്പ്ലിറ്റ് ചെയ്തു. എന്താണ് ഈ റേഷ്യോ? ഈ ഷെയർസിന്റെ റേഷ്യോ. ആരൊക്കെ അന്ന് കൊണ്ടുവരണമായിരുന്നു, ഷെയർ ഹോൾഡർ ആയിട്ടുണ്ടായിരുന്നു, അവരുടെ എല്ലാവരുടെയും ഹോൾഡ് ചെയ്യുന്ന ഷെയറിന്റെ റേഷ്യോ. 24/16. That is going to be 2,400 and finally 1,500. അപ്പോൾ ഈ 4 പേരും ഇത്ര എമൗണ്ട് വീതം കൊണ്ടുവരണം. ഇനി അടുത്ത ട്രാൻസ്ഫർ ഡേറ്റ് എന്നായിരുന്നു? അടുത്ത ട്രാൻസ്ഫറിന് ഡേറ്റ് വാസ് ആറിൻ്റെ ട്രാൻസ്ഫർ ഡേറ്റ് 15/9/2016. ആദ്യത്തെ ഡേറ്റിൽ എല്ലാവരും ഷെയർ ഹോൾഡേഴ്സ് ആയിരുന്നു. അവർ കൊണ്ടുവന്ന ടോട്ടൽ എമൗണ്ട് 12,000 ആണ്. ഇനി അടുത്ത ഡേറ്റിലേക്ക് നോക്കാം. അടുത്ത ഡേറ്റിൽ
എന്ന് പറയുന്നത് 15/9 ആണ്. 15/9 ട്രാൻസ്ഫർ നടത്തുന്നത് ആറാണ്. അപ്പോൾ അന്നത്തെ ദിവസം ആരൊക്കെ ഷെയർ ഹോൾഡർ ആയിട്ടുണ്ട്? RST, വിച്ച് മീൻസ് ക്യൂ ഓൾറെഡി ഷെയർ ഹോൾഡറിന്റെ പൊസിഷനിൽ നിന്ന് മാറിക്കഴിഞ്ഞു. അപ്പോൾ ഷുഡ് ക്യൂ ബ്രിങ് എനി കോൺട്രിബ്യൂഷൻ ടു ദാറ്റ് ഡേറ്റ്സ് ലയബിലിറ്റി? നോ. ഇനി എത്ര രൂപയാണ് ഇവരെല്ലാവരും RST കൊണ്ടുവരേണ്ടത്? 12,000 ഓൾറെഡി ഇവരെല്ലാവരും കൂടെ കോൺട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞു. 12,000 കഴിഞ്ഞിട്ട് 6 ട്രാൻസ്ഫർ ചെയ്ത സമയത്ത് ക്രെഡിറ്റേഴ്സ് എത്ര ഉണ്ടായിരുന്നു? 13,500. സോ വിച്ച് മീൻസ് പ്രീവിയസ് ട്രാൻസ്ഫർ ഡേറ്റ് തൊട്ട് അടുത്ത ട്രാൻസ്ഫർ ഡേറ്റ് വരെ ശരിക്കും ഔട്ട്സ്റ്റാൻഡിങ് ലയബിലിറ്റി കൂടിയിരിക്കുന്നത് എത്രയുള്ളൂ? 1,500. അപ്പോൾ ആ ഡിഫറൻസ് മാത്രം ആറും എസും ടിയും കൊണ്ടുവന്നാൽ മതിയല്ലേ? കാരണം എല്ലാം കൂടെ എടുത്തു നോക്കുമ്പോൾ 14,200. അതായത് ഓരോരുത്തരും ട്രാൻസ്ഫർ ചെയ്ത ദിവസത്തെ ടോട്ടൽ ലയബിലിറ്റി ആണ് ഇത്രയും. അപ്പോൾ മുഴുവനും നമുക്ക് എത്ര കിട്ടിയാൽ മതി? 14,200 എന്ന് പറയുന്ന റേറ്റ് മാക്സിമം കിട്ടിയാൽ മതി. മുഴുവൻ കിട്ടണമെന്നില്ല, അത്രയെങ്കിലും കിട്ടിയാൽ മതി. അല്ലാതെ ഓരോ സ്റ്റേജിനും 12, 13 അങ്ങനെ അല്ല. സോ ദെയർഫോർ ഫസ്റ്റ് ട്രാൻസ്ഫറിന് അവർ ഫുൾ 12,000 തന്നു. പിന്നെയുള്ള ഓരോ ട്രാൻസ്ഫേഴ്സിനും ഇൻക്രിമെന്റൽ ലയബിലിറ്റിക്ക് മാത്രം അവർ പേയ്മെന്റ് തന്നാൽ മതി. കാരണം അറ്റ് ദ എൻഡ് ഓഫ് ഓൾ ട്രാൻസ്ഫേഴ്സ് they should be able to bring at least somewhere near to this outstanding liability on the last transfer date being 14,200. സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ 6 ട്രാൻസ്ഫർ ചെയ്യുന്ന 15/9/2016 13,500 ആയിരുന്നു. ഓൾറെഡി അതിൽ 12 കൊണ്ടുവന്നാൽ അതിൻ്റെ അർത്ഥം എത്രയും കൂടി ഇനി കൊണ്ടുവന്നാൽ മതി? The incremental amount of 1,500. You can give that in working note. അല്ലെങ്കിൽ ബ്രാക്കറ്റിൽ കൊടുക്കാം 13,000 minus 12,000. ഇനി ആരൊക്കെയാണ് ഇത് കൊണ്ടുവരുന്നത്? അന്നത്തെ ദിവസം ആരൊക്കെ ഷെയർ ഹോൾഡേഴ്സ് ആയിട്ടുണ്ടായിരുന്നു? അത് RST ആണ്. ആൻഡ് അവരുടെ റേഷ്യോ ഇസ് 24, 16 and 10. So therefore 1,500 divided by 50 into 2. It is going to be 720, 480 and 300. സോ അങ്ങനെ 1,500 രൂപ അടുത്ത ലോട്ടിൽ അവർ കൊണ്ടുവരും. ഇനി അടുത്ത ട്രാൻസ്ഫർ ഡേറ്റ് നോക്കാം, വിച്ച് is done by S. 14/12 ട്രാൻസ്ഫർ ചെയ്തു. 14/12 ട്രാൻസ്ഫർ ചെയ്തപ്പോൾ ലയബിലിറ്റി എത്രയുണ്ട്? 14,000. പക്ഷെ എത്ര എമൗണ്ടിലുള്ള ലയബിലിറ്റി ഇപ്പം തന്നെ നമ്മൾ റേഷ്യോ വെച്ച് പ്രപ്പോർഷൻ ആക്കി വെച്ചിട്ടുണ്ട്? 13,500. അപ്പോൾ ഇനി അഡീഷണലി എത്രയും കൂടെ നമ്മൾക്ക് കിട്ടിയാൽ മതി? മാക്സിമം ഒരു 500. ആ 500 രൂപ ആരൊക്കെയാണ് കൊണ്ടുവരേണ്ടത്? 14/12/2016 ആരൊക്കെ ഷെയർ ഹോൾഡേഴ്സ് ആയിട്ട് ഉണ്ടായിരുന്നു ഔട്ട് ഓഫ് ദിസ് ബിഗസ്റ്റ് കോൺട്രിബ്യൂട്ടേഴ്സ്? That is going to be S&T 14/12/2016. So 14/12/2016 ratio is going to be 16 and 10, and the amount they are supposed to bring is to the extent of 500 rupees. The incremental liability, that is 14,000 minus 13,500. So 500 divided by 26 into 16. 308 round off ചെയ്യണം. So Q ഒന്നും കൊണ്ടുവരേണ്ട, R ഒന്നും കൊണ്ടുവരേണ്ട, പക്ഷേ S should bring 308 and Y should bring around 192. And finally ഏറ്റവും അവസാനത്തെ ട്രാൻസ്ഫർ ഡേറ്റ് നടത്തുന്നത് T ആണ്, which is on 9/3/2017. അന്നുള്ള ലയബിലിറ്റി ടോട്ടലി 14,200. പക്ഷേ ഇൻക്രിമെന്റിൽ എത്രയേ ഉള്ളൂ? 200. ആ 200 ആരാണ് കൊണ്ടുവരേണ്ടത്? ആ ദിവസം T മാത്രമേ ഷെയർ ഹോൾഡർ ആയിട്ടുണ്ടായിരുന്നുള്ളൂ ഔട്ട് ഓഫ് ബിഗസ്റ്റ് കോൺട്രിബ്യൂട്ടർ. സോ ഫുള്ളിയും അയാൾ തന്നെ കൊണ്ടുവരണം. സോ 9/3/2017 there is no ratio to be applied. Entire 200 should be brought in by T, the last shareholder out of this list. 200, and that was found out using the incremental amount of 14,200 and 14,000. So we can say the total amount that should be brought in by each B list contribution. So total of above, ഞാൻ തൊട്ട് അപ്പുറത്ത് എഴുതുകയാണ് because I don't have space beyond that. വെർട്ടിക്കലി കോളംസ് ഒക്കെ ടോട്ടൽ ചെയ്യുക. ക്യൂ കൊണ്ടുവരേണ്ടത് 4,500. അങ്ങനെ ഓരോന്നോരോന്ന് കമ്പ്യൂട്ട് ചെയ്യുക. R കൊണ്ടുവരേണ്ടത് 3,600 plus 720. That is going to be 4,320. And then
S should bring 2880 plus 308, 3188. 2001, and T should bring 1500 plus 300, 1800, 1992 plus 200, 2192. So, this 4 total either, you will get the total liability at the end of last transfer date. 4500 plus 4320 plus 3188 plus 2192 is going to be 14,200. So, we 14,200 is the ultimate liability which was lying still unpaid from the last transfer വരെയുള്ളത് എത്രയാണ് ഓരോരുത്തരും കൊണ്ടുവരേണ്ടതെന്ന് കിട്ടും. ഇനി മുഴുവൻ ഇത്രയും കൊണ്ടുവരണമെന്ന് നമുക്ക് അവരോട് നിർബന്ധം പിടിക്കാൻ പറ്റുമോ? ഇല്ല. You have a ceiling limit for the maximum amount that can be brought by them, and that is going to be the maximum liability on the shares that they were supposed to pay. The maximum liability on shares for them is at 2 rupees. 10 രൂപയുടെ സാധനം 10 രൂപയുടെ ഷെയർ 8 രൂപ വരെ വാങ്ങിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ മാക്സിമം നമുക്ക് ഇവരുടെ എത്ര രൂപയെ വാങ്ങിക്കാൻ പറ്റുള്ളൂ? 2 per share they are holding. And Q had actually 3000 shares. So 3000 into 2. അവരുടെ കയ്യിൽ നമുക്ക് maximum എത്ര ചോദിക്കാം? 6000 ചോദിക്കാം. How much was our holding? 2400. And out of that 2 rupees വെച്ച് നമുക്ക് 4800 വരെ അവരോട് ചോദിക്കാം. S had 1600 and I can ask him a maximum of 3200. And what about T? T had 1000 shares. 1000 shares in 2 രൂപ വെച്ച് maximum എനിക്ക് 2000 ഇവരുടെ കയ്യിൽ നിന്ന് ചോദിക്കാം. അപ്പോൾ ഈ രണ്ട് amounts ഇനി compare ചെയ്യണം. You are supposed to ideally bring this much based on the liability outstanding. But അതിനൊരു ceiling limit ആണ് maximum unpaid amount എന്നുള്ളത്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ക്യൂവിൻ്റെ കേസിൽ 4500 മതി. 6000 വരെ നമുക്ക് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കാം. അപ്പോൾ 4500 മതിയെങ്കിൽ the amount that are going to be paid, amount to be collected or paid by B-list contributors or collected from B-list contributors will be least of the above. Least of 1 or 2. So Q in the case is 4500 ആണ് നമ്മൾക്ക് ലീസ്റ്റ് ആയിട്ട് വരുന്നത്. അത്രയും മതി. അപ്പോൾ അത്രയും മാത്രം അവരോട് ചോദിക്കും. ഇനി ആറിൻ്റെ കേസിൽ 4320 കൊണ്ടുവരണം. 4800 വരെ മാക്സിമം നമ്മൾക്ക് ചോദിക്കാം. സോ therefore there also I'm going to ask them to bring only the liabilityക്ക് വേണ്ടിയുള്ള എമൗണ്ട് മാത്രം 4320. ഇനി എസിൻ്റെ കേസിൽ I need 3188 to settle the liability and they can bring up to a maximum of 3200. So let them bring 3188. And finally T, I want him to bring 2192 to settle the liability according to his proportion, but maximum I can ask from him only is to the extent of 2000 rupees. So which means I can ask him to bring only 2000. അതായത് 2192 വേണ്ടടുത്ത് 2000 മാത്രമേ എനിക്ക് അയാളോട് ചോദിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയും amounts ആണ് ഇവർ ഓരോരുത്തരുടെയും കയ്യിൽ നിന്ന് എനിക്ക് കിട്ടാൻ പോകുന്നത് to pay off the liability എങ്കിൽ how much is the amount? The amount that I'm going to receive from them which I can use to settle the liability is only 14,008. അതായത് ശരിക്കും വേണ്ടത് എത്രയായിരുന്നു? 14,200 ആയിരുന്നു. പക്ഷെ 14,008 വരെ എനിക്ക് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റുള്ളൂ. വാട്ട് ഈസ് ദ 192 ഷോർട്ട്ഫോൾ? ഇറ്റ് ഈസ് ദ ഷോർട്ട്ഫോൾ ഇൻ കേസ് ഓഫ് ടി. കാരണം ടി കൊണ്ടുവരേണ്ടിയിരുന്നത് 2192 ആണ്. പക്ഷെ മാക്സിമം സീലിംഗ് ലിമിറ്റ് ഞാൻ അയാളുടെ നിന്ന് വാങ്ങിക്കാൻ പറ്റുന്നത് ഷെയർസിന്മേലുള്ള അൺപെയ്ഡ് എമൗണ്ട് ആയത് കാരണം ആ ഒരു റെസ്ട്രിക്ഷനിൽ വരുന്ന ഡിഫറൻസ് ആണ് അൾട്ടിമേറ്റ് ലയബിലിറ്റിയിൽ വരുന്നത്. സോ ഈ ഒരു 192 ക്രെഡിറ്റേഴ്സ് ലോസ് ആയിട്ട് സഫർ ചെയ്തേ പറ്റുള്ളൂ. സോ ദിസ് ഇസ് ഹൗ ബി ലിസ്റ്റ് കോൺട്രിബ്യൂട്ടറീസിൻ്റെ പേയ്മെൻറ്റ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. So these are two of the important areas from this chapter. ഇനി നമ്മൾക്ക് ഒരു പെൻഡിങ് ഏരിയയും കൂടെയുള്ള സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് ദാറ്റ് ഐ വിൽ ടേക്ക് അപ്പ് ആസ് അനദർ ക്ലാസ്. ബട്ട് എക്സാം പോയിന്റ് ഓഫ് വ്യൂവും മാർക്കിങ്ങും 8 മാർക്കിനൊക്കെ വരാൻ സാധ്യത കൂടുതലും പ്രോബബിലിറ്റി ഉള്ളത് ലിക്വിഡേറ്റേഴ്സ് ഫൈനൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ട്സും ഈ ബി ലിസ്റ്റ് കോൺട്രിബ്യൂട്ടറീസ് ആണ്. അപ്പോൾ അത് നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലായി എന്ന് ഉറപ്പുവരുത്തുക. ട്രൈ ടു ഡു ആസ് മെനി പ്രോബ്ലംസ് ആസ് പ്രാക്ടീസ് ആയിട്ട് വന്ന് ചെയ്തു നോക്കുക. ഈ കോൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ you can easily crack this chapter. Yeah, this is all based on formats and law.
അതല്ലാതെ നമ്മൾ വേറെ ഒന്നും തന്നെ ഇതിൽ പഠിക്കാൻ നമ്മൾക്ക് ഇല്ല. So I hope it is clear. So till we meet again, stay safe and happy. Thank you.